Meeting call to order. We salute our national flag and pledge our allegiance to the same. Its honor and its glory depend upon the zeal and assiduity with which each one of us will shoulder his responsibility as a good citizen. Its history written in the letter of gold inspire us to put in good work for the fair name of our country. We declare our unflinching loyalty to our national flag and maintain that its course shall be our course and that each individual amongst us shall make genuine efforts to add its luster and glory and make it fly proudly aloft in the community of nations. Jai Hind. Today, our chief guest, Sri KP Suresh Babu, DYSP Kanjangade, Installation Officer, Lion Venugopal, MJF, Bomanapata, Adyashan, CMK. Ajanur Lions Club, Karunyakadalaya, Chiller, വലങ്കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടങ്കൈ അറിയരുതെന്ന ധാർമ്മിക സൂക്ഷ്മത പുലർത്തുന്ന കുറച്ചുപേർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി തുടങ്ങിവെച്ച പ്രസ്ഥാനം. അതെ, നമ്മുടെ ക്ലബിനെ ഇതര ക്ലബ്ബുകളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് രൂപീകരണ ഉദ്ദേശങ്ങളിലെ ഈ വ്യത്യസ്തതയാണ്. 8 വർഷത്തിനിടെ കരുണയുടെ കയ്യൊപ്പ് പതിഞ്ഞ എത്രയോ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതിന്റെ നിറവിലും കൃതാർത്ഥതയിലുമാണ് നമ്മൾ. ഈ സായാഹ്നത്തിലാകട്ടെ ക്ലബിന്റെ പ്രവർത്തനങ്ങളിൽ നാഴികക്കല്ലിടുന്ന മറ്റൊരു ഇൻസ്റ്റാളേഷൻ സെറമണിക്കായി നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നു. സേവന പ്രവർത്തനങ്ങളുടെ നെടുനീളം ചരിത്രമാണ് പ്രവർത്തന വഴിയിൽ നാം പിന്നിട്ട വർഷങ്ങൾ നമുക്ക് മുന്നിൽ വരച്ചിടുന്നത്. അമ്പലത്തറയിലെ അനാഥ മന്ദിരത്തിൽ 100 കട്ടിലും അതിലേക്കുള്ള കിടക്കുകളുമാണ് നാം നൽകിയത്. കോവിഡ് കാലത്ത് വിദേശത്തു നിന്ന് നാട്ടിലെത്താൻ പണമില്ലാതെ അന്യരാജ്യങ്ങളിൽ പെട്ടുപോയവർക്ക് യശശരീരനായ നമ്മുടെ പ്രിയങ്കരനായ ലയൺ MM നാസർ 20 വിമാന ടിക്കറ്റുകളാണ് നൽകിയത്. കോവിഡ് കാലത്തെ ഓൺലൈൻ പഠനങ്ങൾക്കായി കുട്ടികൾക്ക് മൊബൈലുകൾ, ടാബ്ലറ്റുകൾ, ടെലിവിഷൻ സെറ്റുകൾ എന്നിവ നാം നൽകി. കാഞ്ഞങ്ങാട്ടെയും നീലീശ്വരത്തെയും ഗവൺമെന്റ് ആസ്പത്രികളിൽ 1,20,000 രൂപ ചെലവിട്ട് ഓക്സിജൻ കോൺസെൻട്രേറ്റുകൾ എത്തിച്ചു. പിന്നിട്ട ഡയഗ്നോസ്റ്റിക് ഇയറിൽ കാലില്ലാത്ത 100 പേർക്ക് 5 ലക്ഷം രൂപ മുടക്കി കാലുകൾ കൊടുത്തു. കാലുകൾ ഉണ്ടായിട്ടും ചലനശേഷി ഇല്ലാത്തവരുടെ ചലനം സുഗമമാക്കാൻ ഒട്ടനവധി വീൽ ചെയറുകളും നാം സംഭാവന ചെയ്തു. അജാനൂർ ലയൺസിന്റെ ഈ അഭിമാനകരമായ ഈ നേട്ടത്തോടുകൂടി അടുത്ത ലയണിസ്റ്റിക് ഇയറിലേക്കുള്ള ഞങ്ങളുടെ ഈ സെറമണിയിൽ പങ്കെടുത്തവർക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. നമ്മളിവിടെ ചീഫ് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന KP സുരേഷ് ബാബു, DYSP കാഞ്ഞങ്ങാട്. അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ്. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇൻസ്റ്റാളേഷൻ ഓഫീസറായി നമ്മളിവിടെ വന്നിരിക്കുന്ന ലയൺ V വേണുഗോപാൽ MJF, അദ്ദേഹത്തെ നമ്മൾ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല. ലയൺസ് ക്ലബ് അജാനൂരിന്റെ ഒരു ഭാഗം തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഔപചാരികതയുടെ പേരിൽ നമ്മുടെ അധ്യക്ഷൻ ശ്രീ CM കുഞ്ഞത്തുള്ള അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഫെലിസിറ്റേഷൻ ലയൺ മധുസൂദനൻ MGF ഡിസ്ട്രിക്ട് സെക്രട്ടറി, ലയൺ ബിന്ദു രഘുനാഥ് MJF റീജിയണൽ ചെയർപേഴ്സൺ, ലയൺ നാസർ MA സോൺ ചെയർപേഴ്സൺ, ലയൺ സുനിൽ രാജ് KV IPP. ഇനോഗ്രേഷൻ സെറമണി പ്രോജക്ട് ലയൺ അഷറഫ് MB മൂസ ചാർട്ടർ പ്രസിഡന്റ്. വോട്ട് ഓഫ് താങ്ക്സ് ലയൺ ഗഫൂർ ഷാഫി സെക്രട്ടറി. ഇവിടെ വന്നിരിക്കുന്ന മറ്റ് ക്ലബ്ബുകളിലെ ഉത്തരവാദപ്പെട്ടവരെ, ക്ഷണിക്കപ്പെട്ട വ്യക്തികളെ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമ നിർത്തുന്നു.
ബഹുമാനപ്പെട്ട മുഖ്യ അതിഥി കാഞ്ഞങ്ങാട് DSP സുരേഷ് ബാബു സാർ, ഇന്നത്തെ ഇൻസ്റ്റാളിംഗ് ഓഫീസറും എൻ്റെ പ്രിയ സുഹൃത്തുമായ P. വേണുഗോപാൽ MJF, ഡിസ്ട്രിക്ട് സെക്രട്ടറി മധുസൂദൻ RC ലയൺ ബിന്ദു ഗോപിനാഥ്, ജോൺ ചെയർപേഴ്സൺ ലയൺ നാസർ MA, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ഞങ്ങളുടെ IPP-യുമായ ലയൺ സുനിൽ രാജ് KV, ക്ലബിൻ്റെ ചാർട്ടർ പ്രസിഡന്റും എൻ്റെ പ്രിയ സുഹൃത്തുമായ ലയൺ അഷ്റഫ് MB മൂസ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും പ്രിയപ്പെട്ട സെക്രട്ടറിയുമായ ലയൺ സുബോധ് MK, സുഹൃത്തും ട്രഷററുമായ ലയൺ M. ഹമീദ് ഹാജി, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഒത്തുകൂടിയ ലയൺസ് കുടുംബാംഗങ്ങളെ, എൻ്റെ സുഹൃത്തുക്കൾ, പത്രപ്രവർത്തകർ, എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഒരു വർഷം മുമ്പ് ഏറെ ഉത്തരവാദിത്തോടെ അതിലേറെ പ്രതീക്ഷകളോടെയാണ് അജാനു ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റ് പദവി ഞാൻ ഏറ്റെടുത്തത്. സേവനത്തിന്റെ പാതയിൽ ഒരു വർഷം കടന്നുപോയത് അറിഞ്ഞതേയില്ല. ഇന്ന് ഈ പദവിയിൽ നിന്നും സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി പടിയിറങ്ങേണ്ട ഞാൻ അടുത്ത ഒരു വർഷം കൂടി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുകയാണ്. എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു പിടി നല്ല ഓർമ്മകളും ഒപ്പം അളവറ്റ സന്തോഷവുമാണ്. ഈ ഒരു വർഷം നമ്മുടെ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ ഒന്നായിരുന്നു. റീജണിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും വയനാട്, കോഴിക്കോട്, കണ്ണൂർ, മാഹി, കാസർഗോഡ് അടങ്ങുന്ന 171 ക്ലബ്ബുകൾ ഉൾപ്പെടുന്ന നമ്മുടെ ഡിസ്ട്രിക്ട് 318E-യിൽ പ്രവർത്തന മികവ് കൊണ്ട് 4ാം സ്ഥാനം കൈവരിക്കാൻ അജാനു ലയൺസ് ക്ലബിന് സാധിച്ചു എന്നത് എനിക്ക് നൽകുന്ന സന്തോഷം ചെറുതല്ല. ഇത് എൻ്റെ മാത്രം നേട്ടമല്ല, നമ്മുടെ കൂട്ടായ്മയുടെ വിജയമാണ്. പ്രത്യേകിച്ച് ഈ വർഷത്തെ നമ്മുടെ സിഗ്നേച്ചർ പ്രൊജക്റ്റായി മാറിയ കാൽ നഷ്ടപ്പെട്ട 100ഓളം സഹോദരങ്ങൾക്ക് കൃത്രിമ കാൽ വെച്ച് നൽകിയ ആ മഹത്തായ പദ്ധതി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സംതൃപ്തി നൽകിയ ഒന്നാണ്. അതിനോടൊപ്പം പാവപ്പെട്ട നിരവധി ആളുകൾക്ക് വീൽ ചെയറുകൾ എത്തിച്ചു നൽകാനും നമുക്ക് സാധിച്ചു. ഒരൽപ്പം കാരുണ്യം കൊണ്ട് മറ്റൊരാളുടെ ജീവിതത്തിൽ വെളിച്ചം വീശാൻ കഴിഞ്ഞു എന്നതിലും വലിയ സന്തോഷം ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് വേറെ ലഭിക്കാനില്ല. ഈ വർഷത്തെ ഞങ്ങളുടെ ഭരണസമിതിക്ക് കാസർഗോഡ് ടൗൺ കേന്ദ്രീകരിച്ച് കാസർഗോഡ് ഹെറിറ്റേജ് സിറ്റി എന്ന പേരിൽ ഒരു പുതിയ ലയൺസ് ക്ലബിന് കൂടി രൂപം നൽകാൻ സാധിച്ചു എന്നത് ലയൺസ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ നമ്മൾ അടയാളപ്പെടുത്തിയ വലിയൊരു നാഴികക്കല്ലാണ്. ഈ വിജയങ്ങൾക്കൊന്നും ഞാൻ തനിച്ചല്ല. കാരണം എന്നെ മുന്നിൽ നിന്ന് നയിച്ചതും എനിക്ക് കരുത്ത് പകർന്നതും ഒരു മികച്ച ടീമാണ്. ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് എൻ്റെ പ്രിയ സുഹൃത്തായ IPP സുനിൽ രാജ് നൽകിയ വലിയ പിന്തുണയാണ് നൽകിയത്. എന്തിനും ഏതിനും കൂടെ നിന്ന് കാര്യങ്ങൾ ഏകോപിപ്പിച്ച സെക്രട്ടറി സുബോധ് MK, സാമ്പത്തിക കാര്യങ്ങൾ കൃത്യതയോടെ കൈകാര്യം ചെയ്ത ട്രഷറർ M. ഹമീദ് ഹാജി, നിങ്ങളുടെ 3 പേരുടെയും സഹകരണത്തോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട BOD മെമ്പർമാരുടെയും ക്ലബ്ബ് മെമ്പർമാരായ സുഹൃത്തുക്കളുടെയും അടിയുറച്ച പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ ഈ യാത്ര ഇത്രയും മനോഹരമാകുമായിരുന്നില്ല. കൂടാതെ എൻ്റെ കാലയളവിൽ എനിക്ക് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും പിന്തുണയും നൽകി കൂടെ നിന്ന എൻ്റെ പ്രിയ സുഹൃത്തും ലയൺസ് ജില്ലാ സെക്രട്ടറിയുമായിരുന്ന ഈ വർഷത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ലയൺ V. വേണുഗോപാലിന് എൻ്റെ പ്രത്യേക നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. പക്ഷെ അത് പറഞ്ഞു പോകുമ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. കാരണം എന്നെ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ശരിക്കും ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയോട് കാര്യങ്ങൾ ചെയ്യിക്കുന്നത് പോലെയാണ് ഒരു വർഷം എന്നെ കൊണ്ട് ചെയ്യിച്ചത്. കാസർഗോഡ് ഹെറിറ്റേജ് സിറ്റി എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഉണ്ടായത് പോലും അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ 2 പേർക്കാണ് കൊടുക്കുന്നത്. ഒന്ന് വേണുമാഷനും, പിന്നെ ഒന്ന് ഞാൻ അത്ഭുത മനുഷ്യൻ എന്ന് പറയുന്ന സുഭാഷ് നാരായണനുമാണ്. കാരണം എനിക്ക് ഒരു കാര്യം കൂടി ഈ സമയത്ത് ഓർമ്മ വന്നു. കാരണം എന്നെ ഒരു ദിവസം വേണു വിളിച്ച് പറയാണ്, പിന്നെ എന്ത് ക്ലബ്ബ് ഉണ്ടാക്കുന്നില്ല, പുതിയ ക്ലബ്ബ് ഞാൻ എന്ത് ക്ലബ്ബ് ഉണ്ടാക്കണം. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, അല്ല നിങ്ങള് പ്രസിഡന്റ് അക്കാദമിക്ക് പോയിട്ട് ഓഫർ കൊടുത്ത് വന്നതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ടാക്കാൻ വേണു. അത് കഴിഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതാ നിങ്ങളൊരു വാക്ക് പറഞ്ഞാണ്, നിങ്ങൾ ആ വാക്ക് പാലിക്കണം, നിങ്ങൾക്കൊരു വിലയുള്ളതാണ്, ഒരു നിലയുള്ളതാണ്. പക്ഷെ അതെനിക്ക് ഭയങ്കര ഇത് ചെയ്തു. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് എന്നോട് ഒന്ന് എന്തായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ക്ലബ്ബ് സുകുമാരൻ പൂച്ചക്കാട് ഇങ്ങനെ പറയുന്നുണ്ട് മേൽപ്പറമ്പില്, പിന്നെ പടന്നയിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, നോക്കാൻ തന്നെ. പിന്നെ ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, എന്തായി ക്ലബിന്റെ കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ ഇങ്ങനെ ആയിക്കൊണ്ടിട്ട് വീണ് നോക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, നാളെ കാസർഗോഡ് ഒന്ന് വാ, നമുക്കൊരാളെ പരിചയപ്പെടാണ്ട്, അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്, അങ്ങനെയുള്ള ഒരാളാണ് എന്ന് പറഞ്ഞു. എനിക്ക് സത്യമായിട്ട് അറിയില്ല. ഞാൻ പറഞ്ഞ സമയത്ത് പോയി, വേണുവിന്റെ ടൈമിങ്ങിന് അറിയാലോ, ഞാൻ പറഞ്ഞ സമയത്ത് പോയി കണ്ട് സമയത്ത് എനിക്ക് ഒരാളെ പരിചയപ്പെടുത്തു. അദ്ദേഹമാണ് ഇന്നത്തെ പിന്നെ കാസർഗോഡ് ആ പുതിയ ക്ലബിന്റെ പ്രസിഡന്റ് സുഭാഷ് നാരായണൻ. അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ ഓട്ടോമാറ്റിക്കലി ക്ലബ്ബായി. പക്ഷെ എന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ചെറുതാണ്. പക്ഷെ അതിനെ 100% വർക്ക് ചെയ്തത്
വേണുവും സുഭാഷുമാണ്. എനിക്ക് ആ നന്ദി എന്നും എൻ്റെ മനസ്സിലുണ്ടാവും. ഒപ്പം എൻ്റെ ഓരോ തീരുമാനത്തിനും കൂട്ടായ പിന്തുണ നൽകി കൂടെ നിന്ന അജാനുൽ ലയൺസ് ക്ലബിലെ എല്ലാ അംഗങ്ങളോടും ഞാൻ ഉള്ളു തുറന്ന് നന്ദി പറയുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ കരുത്ത്. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച അതിഥികൾ, സുഹൃത്തുക്കൾ, പത്രപ്രവർത്തകർ, കുടുംബങ്ങൾ എന്നിവരുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല ലയൺസ് ക്ലബിന്റെ സേവന പ്രവർത്തനങ്ങൾ. ഈ വരുന്ന വർഷം അജാനുൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നാടിന് നന്മ പകരുന്ന ഒരുപാട് മികച്ച പദ്ധതികളാണ് ഞങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. തിരഞ്ഞെടുത്ത അങ്കവാടിയിലെ കൊച്ചുകുട്ടികൾക്ക് കളിച്ചു വളരാനായി 1 ലക്ഷം രൂപയുടെ കളിക്കോപ്പുകൾ ഞങ്ങൾ സമ്മാനിക്കും. വെയിലും മഴയും കൊണ്ട് ഉപജീവനം നടത്തുന്ന നമ്മുടെ വഴിയോര കച്ചവടക്കാർക്ക് ആശ്വാസമേകാൻ ക്ലബിന്റെ വകയായി വലിയ തണൽക്കുടകൾ വിതരണം ചെയ്യും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, നടക്കാൻ പ്രയാസം അനുഭവിക്കുന്ന രോഗികൾക്ക് കൈത്താങ്ങായി വീൽ ചെയറുകൾ നൽകും. അതുപോലെ തന്നെ ഞങ്ങൾ ഈ വർഷം നടത്തിയ കാലില്ലാത്തവർക്ക് കൃത്രിമ കാൽ വെച്ചെടുക്കുന്നതും ഈ വർഷം ആര് ഞങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാലും ഞങ്ങളത് ചെയ്തു കൊടുക്കും. അതും കൂടി അറിയിക്കുകയാണ്. അതുകൂടാതെ നാളത്തെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾക്കും അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ കണ്ട രക്ഷിതാക്കൾക്കുമായി പ്രത്യേക ബോധവൽക്കരണ ക്ലാസുകളും ഈ വർഷം ഞങ്ങൾ സംഘടിപ്പിക്കും. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർക്കും താങ്ങും തണലുമായി അജാനുൽ ലയൺസ് ക്ലബ്ബ് എന്നും മുൻപന്തിയിൽ ഉണ്ടാകുമെന്നും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. അജാനുൽ ലയൺസ് ക്ലബ്ബിൽ ഇനിയും ഒരുപാട് ഉയരങ്ങൾ എത്താൻ നിങ്ങളെല്ലാവരുടെയും സഹകരണം ഇനി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. സർ, അതുപോലെ എന്നെ ഈ ഒരു വർഷം എൻ്റെ കൂടെ നിന്ന് ഞാൻ ഒരുപാട് ആൾക്കാർക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ചെറിയൊരു ഉപഹാരം, ഒരു സ്നേഹ സമ്മാനം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ. അപ്പൊ ഞാൻ അത് നൽകാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കൊടുക്കേണ്ട ആൾക്കാരെ ഞാൻ ക്ഷണിക്കാം. അവർ ഒന്നൊന്ന് സ്പീഡ് വന്നിട്ട് വാങ്ങിക്കണം. ശോഭിക, ബഹുമാനപ്പെട്ട ചീഫ് ഗസ്റ്റ് ഓർ ഇൻസ്റ്റലേഷൻ ഓഫീസർ, അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന ക്ഷണിക്കപ്പെട്ട അതിഥികളെ, ഇവിടെ ഞങ്ങളുടെ ക്ഷണം എത്തിച്ചേർന്ന എല്ലാ ലയൺ സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. അജാനുൽ ലയൺസ് ക്ലബിൻ്റെ 2025-26 പ്രവർത്തക വർഷത്തെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുവാനുള്ള അവസരം ലഭിച്ചത് ഞാൻ അതിയായ സന്തോഷവും അഭിമാനവും രേഖപ്പെടുത്തും. കഴിഞ്ഞ ഒരു വർഷം പരിമിതമായ സാമ്പത്തിക സാഹചര്യങ്ങൾക്കിടയിലും അംഗങ്ങളുടെ അർപ്പണബോധവും ആത്മാർത്ഥമായ സഹകരണവും കൈമുതലാക്കി സമൂഹത്തിന് മാതൃകയാകുന്ന നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് വിജയകരമായി പൂർത്തിയാക്കുവാൻ സാധിച്ചു. ഈ വർഷം 12 ജനറൽ ബോഡി മീറ്റിങ്ങുകളും 12 BOD മീറ്റിങ്ങുകളും കൃത്യമായി സംഘടിപ്പിക്കുവാനും ഡിസ്ട്രിക്ട് തല പരിശീലന പരിപാടികളിൽ സജീവ സാന്നിധ്യം ഉറപ്പാക്കുവാനും കഴിഞ്ഞു. കൂടാതെ 5 പുതിയ അംഗങ്ങളെ നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുവാനും സാധിച്ചു. ഈ വർഷം ലയൺസ് കാർണിവലിൽ ഏറ്റവും കൂടുതൽ കൂപ്പണുകൾ വിറ്റഴിച്ച ക്ലബിനുള്ള അംഗീകാരം നേടിയത് നമ്മുടെ ഐക്യത്തിൻ്റെയും കൂട്ടായ ശ്രമത്തിൻ്റെയും തെളിവാണ്. സേവന പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ
കാഞ്ഞങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്യാൻ സാധിച്ചത് ഏറ്റവും സംതൃപ്തി നൽകിയ അനുഭവങ്ങളിൽ ഒന്നായിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് വീൽ ചെയറുകൾ വിതരണം ചെയ്യുകയും പള്ളിക്കര റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രക്കാരുടെ ഉപയോഗത്തിനായി വീൽ ചെയറുകൾ കൈമാറുകയും ചെയ്യുവാൻ കഴിഞ്ഞു. ഒരു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥിക്ക് പഠന സഹായമായ ലാപ്ടോപ്പ് നൽകുവാൻ കഴിഞ്ഞു. ഇതിനായി വലിയ പിന്തുണ നൽകിയ ലയൺ ഷംസുദ്ദീൻ മാണിക്കോത്തിനോടും നമ്മുടെ പ്രസിഡന്റ് ലയൺ CMK കുഞ്ഞബ്ദുള്ളയ്ക്കും ഈ വേദിയിൽ പ്രത്യേക നന്ദി അറിയിക്കുന്നു. കുത്തിക്കാൽ കാരുണ്യനിധിയുമായി ചേർന്ന് സൗജന്യ പ്രമേഹ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൂടാതെ ഒരു ക്യാൻസർ രോഗിക്കും ഗുരുതര രോഗബാധിതനായ ഒരു വൃദ്ധനും സാമ്പത്തിക സഹായം നൽകുവാനും കഴിഞ്ഞു. ഈ വർഷത്തെ നമ്മുടെ ഏറ്റവും വലിയ അഭിമാന നേട്ടം ഡിസ്ട്രിക്റ്റിന് 100 കാലുകൾ നൽകുവാൻ ആർട്ടിഫിഷ്യൽ ലിംസ് കഴിഞ്ഞതാണ്. അജാനൂർ ലയൺസ് ക്ലബിന്റെ ചരിത്രത്തിൽ എന്നും സുവർണ ലിപികളിൽ രേഖപ്പെടുത്തിയ ഒരു സിഗ്നേച്ചർ പദ്ധതിയാണിത്. ഇതിന് അകമഴിഞ്ഞ സഹായം നൽകിയ ലയൺ സലീം ഇട്ടമ്മലിനോട് പ്രത്യേക നന്ദി അറിയിക്കട്ടെ. സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ, യുവജന വ്യക്തിത്വ വികസന പരിപാടികൾ, റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടികൾ, MVDയുമായി സഹകരിച്ചത്, പോലീസുകാർക്കായി സ്ട്രെസ്ലെസ് പരിപാടി കാഞ്ഞങ്ങാട് സ്റ്റേഷനിൽ സംഘടിപ്പിച്ചത്, പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും പള്ളിക്കര സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് വാഴക്കന്നുകൾ വിതരണം ചെയ്യുകയും കഴിഞ്ഞു. സ്വാതന്ത്ര്യദിനം കുട്ടികളോടൊപ്പം ആഘോഷിക്കുകയും നിശബ്ദ സേവകരെ ആദരിക്കുകയും പടന്നക്കാട് സ്നേഹഭവനിലെ അന്തേവാസികളോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്തത് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളായി. സേവനത്തിനോടൊപ്പം സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളും ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഓണാഘോഷം, ഫാമിലി മീറ്റിംഗ്, ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം, വയനാട് ടൂർ എന്നിവയും സംഘടിപ്പിച്ചു. പ്രിയപ്പെട്ട ലയൺ സുഹൃത്തുക്കളെ, ഈ വർഷം നമ്മുടെ ക്ലബ്ബ് കൈവരിച്ച ഏറ്റവും വലിയ അഭിമാനങ്ങളിൽ ഒന്നാണ് 318 ഈ ഡിസ്ട്രിക്റ്റിലെ 187 ക്ലബ്ബുകളിൽ 4ാം സ്ഥാനം നേടിയത്. ഇതിലുപരി 73 ക്ലബ്ബുകൾ മത്സരിച്ച C കാറ്റഗറിയിൽ 1ാം സമ്മാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞത് നമ്മുടെ കൂട്ടായ പരിശ്രമത്തിന്റെ അംഗീകാരമാണ്. ഈ നേട്ടങ്ങൾക്കെല്ലാം ഒരാളുടേതല്ല, ഓരോ അംഗത്തിന്റെയും കുടുംബാംഗങ്ങളുടെയും ആത്മാർത്ഥമായ സേവന മനോഭാവത്തിന്റെ വിജയമാണ്. ഈ അവസരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഘട്ടത്തിലും നേതൃത്വം നൽകുകയും പിന്തുണ നൽകുകയും ചെയ്ത എല്ലാ മുൻ പ്രസിഡന്റുമാരും ജില്ലാ ഭാരവാഹികൾക്കും എല്ലാ സ്പോൺസർമാർക്കും സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മുടെ ഓരോ ലയൺ അംഗങ്ങൾക്കും ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു. ലയൺ പ്രസ്ഥാനത്തിലേക്ക് എന്നെ ആദ്യമായി ക്ഷണിച്ചതും ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തതുമായ നമ്മുടെ ലയൺ മെമ്പറായ ശ്രീ മെഹമൂദ് അവർകളെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ആളിവിടെ 2ാം തീയതിയിൽ ഇരിക്കുന്നുണ്ട്. എന്നെ ആദ്യമായിട്ട് ഈ വേദിയിലേക്ക് ക്ഷണിച്ച ആളാണ്. അവസാനമായി ഒരു കാര്യം മാത്രം, ലയണിസം എന്നത് ഒരു സംഘടന മാത്രമല്ല, അത് കരുണയുടെയും സ്നേഹത്തിന്റെയും നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും ജീവിതശൈലിയാണ്. ഈ വർഷം നാം തെളിയിച്ചത് ഒന്നിച്ചാൽ അസാധ്യവും സാധ്യമാകാം എന്ന സത്യമാണ്. പുതിയ ഭരണസമിതിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അവർക്ക് നമ്മുടെ പൂർണ്ണ പിന്തുണയും സഹകരണവും ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു. ലയൺസിന്റെ കാര്യങ്ങൾ നമ്മൾ വളരെ ചെറുപ്പത്തിൽ മുതൽ തന്നെ ലയൺസിന്റെ സേവനങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയ ആൾക്കാരാണ്. കാരണം പലപ്പോഴും പല മെഡിക്കൽ ക്യാമ്പുകളും അതുപോലുള്ള പല കാര്യങ്ങളും കണ്ടും കേട്ടും ഒക്കെയാണ് നമ്മൾ വളർന്നു വന്നത്. അപ്പോൾ സേവനമാണ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകം. സേവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മ. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു. അവിടെ ഒരു ബുക്ക് ഫെയറിൽ വെറുതെ നോക്കി നോക്കുമ്പോൾ റോബിൻ ശർമ്മയുടെ പുസ്തകങ്ങൾ, അതിൽ ഒരു പുസ്തകം ആ പേര് ആരംഭിച്ചു, ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ. നിങ്ങൾ മരിക്കുമ്പോൾ ആരൊക്കെയാണ് കരയുക? അതൊരു വെറുതെ ഉള്ളൊരു വാക്കല്ല. നിങ്ങൾ മരിക്കുമ്പോൾ ആരൊക്കെ കരയും എന്ന് പറയുമ്പോൾ നിങ്ങളെ കൊണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഈ സമൂഹത്തിന് വേണ്ടി സേവനം നൽകിയത്? അപ്പോൾ ബർണാഡ് ഷാ മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് ആരോ ചോദിച്ചു, നിങ്ങൾക്കൊരു ജന്മം കൂടി തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും?
അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇതിനേക്കാൾ നന്നായി ജീവിക്കാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സേവിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം. അപ്പോ മരിക്കാൻ കിടക്കുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ആലോചിക്കുന്നത്, നമ്മൾ എന്താണ് ചെയ്തത്, ഒരു ഫ്ലാഷ് ബാക്ക്. ഓരോ വ്യക്തിയും നമ്മുടെ ജീവിതം അവസാനിക്കുന്ന ആ ഘട്ടത്തിൽ എന്താണ് ഇവിടെ അവശേഷിച്ച് അവർ എന്താണ് വിട്ടുപോയിരിക്കുന്നത്. അപ്പൊ നമ്മളെ ആരെങ്കിലുമൊക്കെ ഓർക്കും. നമ്മൾ ചെയ്യുന്ന സേവനമാണ് നമ്മളെ ഓർക്കുന്നത്, അല്ലാതെ നമ്മൾ വെറുതെ ജീവിക്കുന്നതല്ല. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എന്താണോ നേട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് മോണിറ്ററി ബെനിഫിറ്റ് അല്ല, അവര് എങ്ങനെയുള്ള ആൾക്കാർക്കാണോ സേവനം ചെയ്യുന്നത്. നമ്മൾ പണം ഉള്ള ആൾക്കാർക്ക് നമ്മൾ പണം കൊടുത്താൽ സേവനമാവുന്നു. അപ്പോ സേവിക്കേണ്ട ആരാണ് എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ആർക്കാണോ സേവനം ആവശ്യമുള്ളത്, അപ്പൊ അങ്ങനെ സേവനം ആവശ്യമുള്ളവർ എപ്പോഴും നമ്മളെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവരുടെ ഒരു ദുരിതത്തില് നമ്മുടെ ഒരു സേവനം അല്ലെങ്കിൽ നമ്മുടെ കൈത്താങ്ങ് കൊടുക്കുമ്പോൾ നോർമലി അവരുടെ ജീവിതകാലം മുഴുവൻ നമ്മളെ സ്മരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ സ്മരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഒരു വില വരുന്നത്. അപ്പൊ ആ ഒരു സേവനം ഇപ്പോ ഫലത്തിൽ ലയൺസ് ക്ലബ്ബ് ചെയ്തു വരുന്നത് ഈ ഒരു കാര്യമാണ്. ഇപ്പോ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് വായിക്കുമ്പോൾ 100 കാലുകൾ കൊടുക്കുക. ഇപ്പോ കാല് എന്നുള്ളത് നമ്മുടെ കാല് നഷ്ടപ്പെട്ടു. ഇപ്പോ കഴിഞ്ഞ 2-3 മാസത്തെ നമ്മുടെ 2 പോലീസുകാർക്ക് കാല് നഷ്ടപ്പെട്ടില്ല. ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹൈവേയിൽ അവര് ആ സ്ഥലത്തിങ്ങനെ നിൽക്കുകയാണ്. വെറുതെ അവിടെ ആ വണ്ടിയുടെ അടുത്ത് നിന്നവരെയാണ് വേറൊരു കാല് വന്നടിച്ച് ഒരു പോലീസുകാരന്റെ 2 കാലം മുറിച്ചു, വേറൊരു പോലീസുകാരന്റെ 1 കാലം മുറിച്ച് ഇപ്പോഴും അവിടെ തേജസ്വിനി ഹോസ്പിറ്റലിൽ കിടക്കാം. അപ്പൊ കാലിന്റെ വില അവർക്ക് ആ സമയത്താണ് മനസ്സിലാവുന്നത്. ഇപ്പൊ ഫുട്ബോളൊക്കെ കളിക്കുന്ന പോലീസുകാരാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ജനങ്ങള് അല്ലെങ്കിൽ കാല് നഷ്ടപ്പെട്ടു, കൈ നഷ്ടപ്പെട്ടു, ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തിന് സേവനം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഉത്കൃഷ്ടമായിട്ടൊരു കാര്യമാണ്. ഇപ്പൊ എന്റെ കൂടെ ജോലി ചെയ്തിട്ട് ഒരു പോലീസുകാരുണ്ട്. അപ്പൊ അവന്റെ ഫാദർ ഇതുപോലെ തന്നെ കാല് മുറിച്ചു കളഞ്ഞു. അപ്പൊ അവര് ഇപ്പൊ നമുക്കറിയാം പുട്ടവർത്തി എന്നൊക്കെ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ചെയ്തു കൊടുക്കണം. അപ്പൊ ചെയ്തു കൊടുക്കുമ്പോൾ ആ ചെയ്തു കൊടുക്കുന്ന ആ കർമ്മങ്ങൾ എപ്പോഴും അതിന്റെ ഗുണം കിട്ടിയ ആൾക്കാര് അതെപ്പോഴും അവരുടെ സ്മരണയിൽ ഉണ്ടാവും. ആ ഒരു സ്മരണയാണ് നമ്മുടെ ജീവന് അർത്ഥം കൊടുക്കുന്നത് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹൂ വിൽ ക്രൈ ആർപ്പെട്ടല്ലോ. അല്ലാതെ നമ്മൾ നോർമലി നമ്മൾ കരയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടോ, കരയാൻ ആൾക്കാർ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നവരെ ഈ കരയാൻ വേണ്ടി പ്രൊഫഷണലായിട്ട് കരയാൻ വേണ്ടിയിട്ട് കുറെ ടീമിലൊക്കെ അത് ചില സിനിമയിൽ കാണാം. പ്രൊഫഷണൽ ആയിട്ടുള്ള കരച്ചില് അത് കരഞ്ഞിട്ട് അവരെ പൈസ മേടിച്ചിട്ട് അവരൊക്കെ പോകും. അപ്പൊ അതല്ല ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മുടെ ജീവിതം സാർത്ഥകമാക്കുക എന്നുള്ളത് നമ്മുടെ ഇങ്ങനെയുള്ള സേവനങ്ങളിലൂടെയാണ്. ലയൺസ് ക്ലബ് അതാണ് ചെയ്തു വരുന്നത് എന്നുള്ളത് നമുക്ക് അറിയാം. ഞാനിപ്പോ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കണ്ടു, അവിടെ ഒരു സ്വീകരണം വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യമുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വലിയ രീതിയിൽ. അപ്പൊ കഴിഞ്ഞ ഇപ്പൊ SP ചാർജ് ഇതിലെന്താന്ന് ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞു ഇത് ലയൺസിന്റെ സ്പോൺസർഷിപ്പാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ലയൺസും റോട്ടറിയും അതുപോലെ പല NGOസും പലപ്പോഴും പോലീസ് സഹായം സ്വീകരിക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ്. കാരണം ഇവിടെ നമ്മൾ വരെ അലിഗേഷൻസ് ഇല്ല. അപ്പൊ ധൈര്യത്തിൽ നമുക്ക് പറയാം ലയൺസിനോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം. പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും പോലീസ്. ഇനിയും നിങ്ങളുടെ ആവശ്യങ്ങളുമായിട്ട് പോലീസ് വരും. കാരണം നിങ്ങൾ സേവിക്കുന്ന ആൾക്കാരാണെന്നുള്ളത് പോലീസിന് അറിയാം. പോലീസിന് വേറെ വകയൊന്നും ഇല്ലെങ്കിൽ പോലീസ് നിങ്ങളുടെ അടുത്തേ വരുള്ളൂ. അപ്പൊ അതൊരു കാര്യം. അപ്പോ ഈ ഒരു കാര്യത്തില് ലയൺസിനെ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. പിന്നെ നമ്മുടെ തൂഫാൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രോജക്റ്റ്. സർക്കാർ തലത്തിലൊരു പ്രോജക്റ്റാണ്. ഇപ്പൊ ഒരു വോത്ത് ഇവിടെ വേണുമാഷ് ഇവിടെ ചൊല്ലിത്തരും. അപ്പോ ഈ തലമുറയുടെ ഒരു പ്രശ്നമാണ്. എന്താണ് തൂഫാൻ എന്നുള്ളതല്ല, എന്തുകൊണ്ടാണ് തൂഫാൻ എന്നുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തൂഫാൻ? ഇപ്പോ കഴിഞ്ഞ ആഴ്ചയാണ് 3 ടീച്ചർമാരായിട്ടും
ജയിലിൽ കിടക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മുടെ ചുറ്റിലും നടക്കുന്ന പല മാന്യന്മാരാണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഈ മാന്യന്മാര് കുറെയൊക്കെ നമുക്കറിയുന്ന ആൾക്കാർ, നമ്മളൊക്കെ കുറെ വല വിരിച്ച് വെച്ചിട്ടുണ്ട്. കാഞ്ഞക്കാട് പോലെ ചില മാന്യന്മാരൊക്കെ ഉള്ളിലായി പോകും. അപ്പൊ ഇതിൽ നിന്ന് വരുന്ന ക്യാഷ്, ഇപ്പൊ പലതരത്തിലുള്ള ഫ്രോഡുണ്ട്. ഈ ഫ്രോഡ് മണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൈബർ ക്രൈമുകളുണ്ട്. ഒരാള് ഡിജിറ്റൽ അറസ്റ്റോ അല്ലെ വേറെ എന്തെങ്കിലും ലിങ്കിൽ ക്ലിക്കുമ്പോഴോ 5 ലക്ഷം 10 ലക്ഷം ഒക്കെ അങ്ങ് ഡിസിപ്പിയർ ആവും, പിന്നെ കാണൂല. ഇത് പോകുന്നത് പല ഘട്ടങ്ങളിലൂടെ. ഇപ്പൊ 10 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷം സ്പ്ലിറ്റ് ആയിട്ട് ഒരു 100 പേരുടെ അക്കൗണ്ടിലേക്ക് ഒരേ സമയം വരും. ആ 100 പേരുടെ അക്കൗണ്ടിൽ ഒരേ സമയം ഒരു 1000 പേരില് അക്കൗണ്ടിലേക്ക് പോകും. നിമിഷങ്ങൾ കൊണ്ട് ഈ പണം പല സ്പ്ലിറ്റിംഗ് ആയിട്ട് പോയി വീണ്ടും അതൊക്കെ റീഓർഗനൈസ് ചെയ്തിട്ട് ഒരു കയ്യിലേക്ക് പോകും. ഇങ്ങനെയുള്ള പണം പോയി അവസാനം ബിറ്റ്കോയിനും നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള പല ഡിജിറ്റൽ ഡിവൈസുകളുമുണ്ട്, ആപ്പുകളുമുണ്ട്. നമ്മളിത് എവിടുന്നാണ് നമ്മുടെ ജീവിതത്തിൽ കേട്ടിട്ട് കേൾക്കാത്ത ആപ്പുകളുണ്ട്. അത് ഉപയോഗിച്ചിട്ട് ബിറ്റ്കോയിൻ ആക്കി, അത് US ഡോളറാക്കി തിരിച്ച് ഹവാലയിലേക്ക് പോയി. ഈ ഹവാലയാണ് ഇങ്ങനെയുള്ള ആൾക്കാര് ഈ മയക്കുമരുന്നും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നു. ഓരോ ഒഫൻസ് നടത്തി പല ഒഫൻസുകളിലൂടെ പോയി നമ്മുടെ രാജ്യദ്രോഹ കുറ്റമാണ് ഇതൊക്കെ. ഈ പറയുന്ന ടീച്ചർമാര് അവർ ചെറിയ കണ്ടി മാത്രം. നമ്മളിത് പരിശോധിക്കുമ്പോഴും ഇത് വിറ്റിട്ട് നല്ല വീടും കാറും ഒക്കെ എടുത്തു പോകുന്ന പല ആൾക്കാരും നോക്കുമ്പോൾ വേറെ വരുമാനമൊന്നുമില്ല. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ചുറ്റുമുള്ളവർ, നിങ്ങളുടെ അപ്പുറപ്പുറം ജീവിക്കുന്ന ആൾക്കാർ എന്ത് തൊഴിൽ ചെയ്തിട്ടാണ് അവര് വരുമാനം ഉണ്ടാക്കുന്നത്, അവരെങ്ങനെയാണ് കാറ് മേടിക്കുന്നത്. നമ്മൾക്കിപ്പോ മാസത്തിൽ ശമ്പളം കിട്ടിയാൽ പറഞ്ഞാൽ അതിനൊരു കണക്കുണ്ട്. നമ്മൾ കൃത്യമായിട്ട് കണക്ക് എടുത്ത് ടാക്സ് കൊടുത്ത്, അല്ലെ, പ്രൊഫഷണൽ ടാക്സും ഇൻകം ടാക്സും ഒക്കെ കൊടുത്താലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു ജോലിയും ഇല്ലാതെ ഇങ്ങനെയുള്ള മയക്കുമരുന്ന്, ഇപ്പൊ കാഞ്ഞങ്ങാടി അജാനൂർ എന്ന് പറയുമ്പോഴും നിങ്ങളുടെ ലയൺസ് ആണ്. അജാനൂർ കടപ്പുറത്ത് താമസിക്കുന്ന പല ആൾക്കാർക്കും അറിയാം. ഏറ്റവും കൂടുതൽ ഈ മയക്കുമരുന്ന് ശൃംഖലയുള്ള ഒരു മേഖലയാണ് അജാനൂർ കടപ്പുറം. കുറെയൊക്കെ പോലീസിന്റെ നെറ്റ്വർക്കിൽ വന്നിട്ടുണ്ട്, കുറെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ടീച്ചർമാരുടെ ആ ലൈനിലേക്ക് നമ്മൾ ഒരാളെ പിടിച്ചാൽ 10 പേരെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഇനി ഇങ്ങനെയുള്ള കേസുകൾ പോകും. അന്നേരമാണ് ഇവരൊക്കെ ഇങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. പല എസ്റ്റീമേറ്റ് ആൾക്കാരുണ്ട്, പക്ഷെ നമുക്ക് അവിടെ എത്താനുള്ള വഴി മാത്രമാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. എത്തിക്കഴിഞ്ഞാൽ നേരെ പിടിച്ച് ഉള്ളിലിടും. ഒരാളല്ല, 2-3 ആളുണ്ടാവും ഒരേ ടൈമിൽ. പിന്നെ വേറൊരു പ്രശ്നം, മുമ്പ് ഈ മദ്യം മയക്ക് മരുന്നൊക്കെ പറയുന്നത് പുരുഷന്മാരാണ്. ഇപ്പൊ സ്ത്രീകള് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതും നമ്മുടെ മുമ്പിലുള്ളത്. ഈ ഇപ്പം പറഞ്ഞ ടീച്ചർമാർ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്, അതിനുള്ള വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അവര് ക്യാഷ് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടി, അല്ലെ, അന്യ പുരുഷന്റെ ഭാര്യയെയും കുട്ടിയെയും കൂട്ടിയിട്ടാണ് പലപ്പോഴും പോകുന്നത്. സ്വന്തം ഭാര്യനല്ല, വേറൊരു പുരുഷന്റെ ഭാര്യനെയും അവരുടെ കുട്ടീനെയും കൂട്ടിയിട്ടാണ് കാർ കൊടുത്ത് കറങ്ങുന്നത്. കാരണം ഭർത്താവ് ഗൾഫിലായിരിക്കും. അജാനൂർ മേഖലയിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങൾ എന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്, എനിക്ക് ആരെയും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇത് പിന്നെ പോക്സോയിലേക്ക് വരും, ജയിലിൽ പോകാൻ വേറെ എവിടെയും പോണ്ട. അപ്പൊ നമ്മള് വിചാരിക്കുന്നത് പോലെയല്ല നമ്മുടെ നാട് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഈ മയക്കുമരുന്നിന്റെ ശൃംഖല, ഇപ്പൊ ഒരാളെ ഒരു കഞ്ചാവ് അടിക്കുന്നവനോട് ചോദിച്ചാൽ, നമ്മളെ കഞ്ചാവ് വലിക്കുന്നവനെ പിടിച്ചാൽ അവന്റെ നെറ്റ്വർക്ക് നോക്കിയാൽ ഒരു 20-25 പേരെ കിട്ടും. എന്നാലും ഈ നമ്മള് വലിയ ഹോൾസെയിൽ ഡീലർ ഉണ്ടാവും, അതിന്റെ ഇടയിൽ ഇങ്ങനെ തട്ടി 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 അവസാനം കൺസ്യൂം ചെയ്യുന്ന ആളുണ്ടാവും. ലാസ്റ്റ് എൻഡ് ആ ഹോൾസെയിൽ ഡീലർക്കും ഇതിന്റെ ഇടയിൽ ഒരുപാട് കണ്ണികളുണ്ട്. ഉപയോഗിക്കുന്നവരും വിൽക്കുന്നവരും, ഒരേ സമയം ഉപയോഗിക്കുന്നവരും വിൽക്കുന്നവരും ഉണ്ട്. ഇവിടെയൊക്കെ ബാങ്ക് അക്കൗണ്ട് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പോലീസ് പിടിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഒരുപാട് സ്ട്രെയിൻ ചെയ്യും, ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടാണ് പോലീസ് ഇങ്ങനെയുള്ള ഈ ടീച്ചർമാർക്കൊക്കെ ഇത് നിങ്ങൾക്കറിയാം 99 ലക്ഷമാണ്
ഒരാളുടെ അക്കൗണ്ട് ട്രാൻസാക്ഷൻ 99 ലക്ഷത്തിന് നമ്മൾ എത്ര കൊല്ലം പണിയെടുക്കണം? നമ്മളെ മൊത്തം സർവീസിൽ പണിയെടുത്താൽ കിട്ടൂല. അപ്പൊ ലക്ഷങ്ങൾ മറിയുന്നുണ്ട്. ഈ ഇതുപോലെ തന്നെ ആചാരം കടപ്പുറത്ത് ലക്ഷങ്ങൾ മറിയുന്നുണ്ട്. അത് നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ ഒരു മേജർ പോർഷൻ സേവനം ഇനി ഇങ്ങനെയുള്ള ഈ ആന്റി നർക്കോട്ടിക്സിനെതിരെ പോണ്ടിവരും. ഇല്ലെങ്കിൽ നമ്മുടെ തലമുറ നശിക്കും. ഈ ഒരു മെസ്സേജ് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. സമയം തന്നെ ഒരുപാട് ആയിക്കഴിഞ്ഞു. പിന്നെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. നേരത്തെ DYSP കാഞ്ഞങ്ങാട് നിന്നുള്ള കാഞ്ഞങ്ങാട് ഞാൻ പോസ്റ്റ് ഞാനിപ്പോൾ ട്രാൻസ്ഫർ ആയി മാറിയിട്ടുണ്ട്. പുതിയ DYSP ചാർജ് കൊടുത്തതിന് ശേഷം ഞാൻ യൂണിഫോം മാറ്റിയിട്ട് മഫ്തിയാക്കി ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നേരത്തെ കാഞ്ഞങ്ങാട് DYSP പറഞ്ഞ വേറൊരു അവകാശം ഇവിടെയുണ്ട്. അപ്പോ അതൊന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. District. He is a member of JCI since 1996. After holding various positions in the zone, he was elected as the president of zone comprising Kannur, Kasaragod, Wayanad, Mahi and Mahi districts in 2010. That year, he won the award for the best zone president in India. In 2000, he became the best performer in the zone. In 2003, he qualified as a national trainer and the same year as a prime trainer. In 2005, he became an international trainer of JCI Training Institution USA. In the same year, he won the Ravi Puraskar for the best trainer in the zone. He worked as a chief coach for training for leaders of JCI, Rotary and Lions Club. He has trained more than 1.5 lakh people in various subjects in India and abroad in more than 2,500 classes. He is a visiting faculty in institutions like Police, Motor Vehicle Department, Labour India, Sultan Gold, Colgate Pioneer, ICDP Thrissurs, Race Calicut, Jalnidhi, etc. He has visited countries like Japan, Malaysia, Thailand, Indonesia, Singapore, UAE, Azerbaijan and Vietnam. He served as a president of Kasaragod Lions Club. That year, he won the International President Certification Award and Leadership Medal. He was selected as the best zone chairperson of Lions International in Kerala. He also won the award as the best region chairperson in the district. He was the GLT coordinator in charge of Lions training program. He is the Kasaragod district secretary. He is also the district secretary of Trauma Care Society. He has entered the India Book of Records as part of the 25-hour training marathon called Rise Up. He retired from teaching after 31 years. His wife, Sheba, is a teacher. Son, Dr. Sherry. Daughter, Shana, AMB Restaurant. It's with great pleasure that we introduce to you today's installing officer, Principal Secretary, Lion V. Venugopal, MJF. Thank you. പക്ഷെ എനിക്ക് ഉറപ്പാണ് ഇവിടെ വന്ന ആളുകളുടെ എല്ലാം മനസ്സൊന്ന് കുലുങ്ങിയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് അജാനൂർ കടപ്പുറാണ്. അജാനൂർ കടപ്പുറത്തെ കുറെ ആൾ ഇവിടെ ഇന്ത്യയുണ്ട്. പക്ഷെ എന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് CM എന്നോട് പറഞ്ഞത് ആരെ പിടിച്ചാലും വേണുമാഷും ഞാനും ഉണ്ടാവില്ല. അത് ഉറപ്പാണ്. ഉറപ്പോടു കൂടിയാണ് ഞാൻ ഈ ഓത്ത് നിങ്ങൾക്ക് തരുന്നത്. പിന്നെ ഇവിടെ സംസാരിച്ച DYSP ഞാൻ ഏട്ടാന്നാ വിളിക്കുന്നത്, പക്ഷെ എൻ്റെ അനിയനാണ്, എൻ്റെ ഭാര്യയുടെ കസിൻ ബ്രദറാണ്. അദ്ദേഹം 3 മണിക്ക് പുതിയ DYSPക്ക് ചാർജ് കൊടുത്ത് എന്നോട് പറഞ്ഞു ഞാൻ വരുന്നില്ല. കാരണം ഞാൻ കാഞ്ഞങ്ങാട് DYSP അല്ല, കാഞ്ഞങ്ങാട് DSP എൻ്റെ അനിയനായി ഇപ്പോൾ ചാർജ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു സാർ ഓന് പ്രശ്നമില്ല, പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അല്ല എന്നാലും അത് ശരിയല്ലല്ലോ. യൂണിഫോമിലവിടെ വന്ന് അതിമനോഹരമായി ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറയുന്ന സംഭവം അതിമനോഹരമായി സംസാരിച്ച ഏറ്റവും പ്രിയപ്പെട്ട സുരേഷ് ഏട്ടന്, ബാബുവേട്ടന് എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വോട്ട് നിങ്ങളുടെ അനുമതിയോടുകൂടി ഞാൻ വോട്ട് കൊടുക്കും. എല്ലാവരും കൈ ഉയർത്തി പിടിക്കണേ. ഓക്കെ. ഞാൻ ഒരിക്കലും മയക്കുമരുന്ന് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കില്ലെന്നും അവയുടെ ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവ നിരുത്സാഹപ്പെടുത്തുമെന്നും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും വിപത്തായ മയക്കുമരുന്ന് ഉപയോഗത്തെ തുടച്ചു നീക്കുവാൻ കഠിനമായി പ്രയത്നിക്കുമെന്നും കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കുമെന്നും ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. സമയപരിമിതി മൂലം നമ്മുടെ മുഖ്യാതിഥി നമ്മളോട് വിടവാങ്ങുകയാണ്. അതിനു മുമ്പായി അജാനൂർ ലയൺസ് ക്ലബിന്റെ സ്നേഹോപഹാരം കൈമാറുവാൻ വേണ്ടി ട്രെയിനറിനായ പ്രസിഡന്റ് CM കുഞ്ഞത്തുകയോട്
അതുപോലെ നേരത്തെ എനിക്കൊരാളെ വിട്ടുപോയി, എനിക്ക് ക്രിസ്, പിന്നെ എൻ്റെ കൂടെ നേരായി നടക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് എ പി കരീം തിരക്കിനിടയിൽ വിട്ടതാണ്. കരീമിനെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. കരീം ആയാലും നമുക്ക് പ്രശ്നമില്ല. ഈ ചടങ്ങിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷൻ, അജാനോ ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റ്, ടൊയോട്ട എന്ന് പറയുന്ന സ്വന്തം ബ്രാൻഡ് കേരളത്തിലാകമാനം ആഴത്തിൽ വേര് പതിപ്പിച്ച ഒരു ടൈൽ ബ്രാൻഡിന്റെ ഉടമയും കൂടിയായ പ്രിയപ്പെട്ട സുഹൃത്ത്, എൻ്റെ കുടുംബാംഗം കൂടിയായ ലയൺ CM കുഞ്ഞബ്ദുള്ള PMJF, കാസർഗോഡിന്റെ പ്രിയപ്പെട്ട ഡിസ്ട്രിക്ട് സെക്രട്ടറി ലയൺ മധുസൂദനൻ MJF, ഏറ്റവും സുന്ദരിയായ പ്രിയപ്പെട്ട റീജിയൻ ചെയർപേഴ്സൺ ലയൺ ബിന്ദു രഘുന മഞ്ഞക്കിളി, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് JCCയിലൂടെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച് ലയൺസിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന പ്രിയപ്പെട്ട സോൺ ചെയർപേഴ്സൺ ലയൺ MA നാസർ, എൻ്റെ കോളേജ് മേറ്റും എന്നെ പലപ്പോഴും പല കാര്യങ്ങളിലും തിരുത്തുകയൊക്കെ ചെയ്യുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്, ഈ ക്ലബിന്റെ ചാർട്ടർ പ്രസിഡന്റ് ലയൺ MB മൂസ, ഇവിടെ മകൻ ലയൺ അഷ്റഫ് MB മൂസ MJF, നാരായണ മൂത്തൽ പ്രോഗ്രാം ഡയറക്ടർ IPP പ്രിയ സുനിൽ രാജ്, സുബോധ്, ഹമീദാജി, മുമ്പിൽ ഒരുപാട് ലയൺസിന്റെ നേതാക്കൾ ഇരിക്കുന്നുണ്ട്. കാസർഗോഡിന്റെ ലയൺസിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഓരോരാളുടെ പേരെടുത്ത് പറയുന്നില്ല, കുടുംബാംഗങ്ങളെ പേരിടുക. അജാനോ ലയൺസ് ക്ലബിന്റെ തുടക്കത്തിൽ ഒരു പ്രിയപ്പെട്ട മുകുന്ദ സ്വാമി വായിച്ച ചില രേഖകളുണ്ട്. അജാനോ ലയൺസ് ക്ലബ് ഒരു അത്ഭുതമായി മാറുകയാണെന്നാണ്. അതിലൊട്ടും അതിശോക്തിയില്ല. ഉദ്ഘാടന വർഷം തന്നെ ഡിസ്ട്രിക്റ്റിന്റെ 3ാം സ്ഥാനത്ത്, പക്ഷെ ഇപ്പൊ 3അല്ലേ, 2, 3 എന്റെ ഓർമ്മയിൽ 3ആണ്. ഉദ്ഘാടന വർഷത്തിൽ 160ഓളം ക്ലബുകളെ ഓട് മത്സരിച്ച് മാറ്റുരച്ച് 3ാം സ്ഥാനത്ത് എത്തിയ ക്ലബ്ബാണ് അജാനോ ലയൺസ് ക്ലബ്. അജാനോ ലയൺസ് ക്ലബിന്റെ പേര് ആരെങ്കിലും പറഞ്ഞിട്ടല്ല ഡിസ്ട്രിക്റ്റിന്റെ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മാഹി ജില്ലകൾ ഉൾപ്പെടുന്ന മേഖലകളിൽ ഞങ്ങളാരും ഈ ക്ലബിന്റെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ പെർഫോമൻസ് നോക്കി, പോയിന്റിന്റെ ടാലി നോക്കിയപ്പോ ഇങ്ങനെ ഒരു ക്ലബ്ബ് എവിടുന്ന് വന്നു, ആരുണ്ടാക്കി, ആരാണ് ഇതിന്റെ പ്രസിഡന്റ്, ആരാണ് ഇതിന്റെ മെമ്പർമാരെന്ന് ഡിസ്ട്രിക്റ്റിലെ നേതാക്കളും ആളുകൾ ചോദിക്കാൻ തുടങ്ങി. പിന്നീട് ഇങ്ങോട്ട് ഏറ്റെടുത്ത എല്ലാവരും, ഏറ്റവും അവസാനത്തെ IPP സുനിൽരാജ് അടക്കമുള്ള ആളുകൾ വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോയി എന്നുള്ളത് യാതൊരു തർക്കമില്ല. പക്ഷെ CM കുഞ്ഞബ്ദുള്ളയുടെ കയ്യിൽ വന്നപ്പോൾ അത് ലയൺസ് ക്ലബ് ഓഫ് അജാനോറിന് പുതിയ മാനം വരികയാണ്. എന്ത് ആവശ്യപ്പെട്ടാലും, അത് ഡിസ്ട്രിക്ട് സെക്രട്ടറി ആവട്ടെ, ഡിസ്ട്രിക്ട് ഗവർണർ ആവട്ടെ, എന്ത് ആവശ്യപ്പെട്ടാലും നോ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 100 കാലുകളാണ് കഴിഞ്ഞ വർഷം കൊടുത്തത്. 100 കാലുകൾ എന്ന് പറയുമ്പോൾ 5 ലക്ഷം രൂപ, ഒരു കാലിന് 5000 രൂപ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ ഒരു പ്രഖ്യാപനം നടത്തി, ഒരു മീറ്റിംഗിൽ വെച്ചിട്ടാണ് കുഞ്ഞബ്ദുള്ള ഈ പ്രഖ്യാപനം നടത്തുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചത് പ്രാക്ടിക്കൽ ആണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞത് ഞങ്ങൾ ഇസ്ലാമികള് ഷക്കാത്ത് കൊടുക്കുന്ന ആളുകളാണ്. നോമ്പ് കാലത്തിൽ ഞങ്ങളുടെ വരുമാനത്തിന്റെ ഒരു പങ്ക് ഈ നാടിന് വേണ്ടി ആളുകൾ അറിയാതെ കൊടുക്കണം. എന്റെ സുഹൃത്തുക്കൾ ഞാനൊരു വാക്ക് പറഞ്ഞാൽ എന്നോടൊപ്പം നിൽക്കുമെന്ന ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് ഡിസ്ട്രിക്റ്റിൽ ഡിക്ലെയർ ചെയ്യുന്നത്. എന്നോട് പിന്നീട് പറഞ്ഞത് ഒരു ക്ഷാമം വന്നിട്ടില്ല, ചോദിച്ചതും അതിനപ്പുറവും ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, വന്നു എന്നാ പറയും. അത് തന്നെയാണ് ഈ ക്ലബിന്റെ കരുത്തും. എണ്ണി പറയാവുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനി മറ്റാർക്കും സാധിക്കാത്ത കാസർഗോഡ് ജില്ലയിൽ വിരലിലെണ്ണാവുന്ന, വിദ്യാനഗർ ലയൺസ് ക്ലബ് വെച്ച് വളരെ വിരലിലെണ്ണാവുന്ന ക്ലബുകൾക്ക് മാത്രമാണ് പുതിയ കുഞ്ഞിന് രൂപം നൽകാൻ സാധിച്ചത്. അതും ഈ കഴിഞ്ഞ ലയൺസ് വർഷത്തിൽ സാധിച്ചു. ഏറ്റവും മികച്ച ഒരു ക്ലബ്ബ് ഈ മാസം 8-ാം തീയതി, ഓഗസ്റ്റ് മാസം 8-ാം തീയതി RK മാളിൽ വെച്ച് മികച്ച 20 മെമ്പർമാരോടുകൂടി ആ ക്ലബ്ബ് വരാൻ വേണ്ടി പോകണം എന്ന് പറഞ്ഞാൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു ക്ലബ്ബ്. ഇന്നിവിടെ കണ്ട ഒരു ചടങ്ങുണ്ടില്ലേ, എല്ലാവർക്കും വാരിക്കോരി സമ്മാനങ്ങളുടെ പരിപാടിയാണ്. അപ്പോ ഞാൻ പറഞ്ഞാൽ അംഗങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ തോളോട് തോൾ ചേർന്ന് കൊണ്ടുപോകുന്ന ഒരു പ്രസിഡന്റും BODയും, നാട്ടുകാരെ സേവനത്തിന് വേണ്ടി എന്തിനും റെഡിയായി നിൽക്കുന്ന ഒരു BOD മെമ്പർമാരും, അത് തന്നെയാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി. തീർച്ചയായും സ്ഥാനാരോഹണ ചടങ്ങിൽ സാധാരണ പാസ് ഗവർണർമാരെയാണ് വിളിക്കുന്നത്. ഈ വർഷം എന്താണെന്ന് അറിയില്ല, ക്ലബുകൾക്ക് എന്നോട് വല്ലാത്തൊരു മൊഹബത്ത് വന്നതിന്റെ അടിസ്ഥാനത്തിൽ 10ഓളം ക്ലബുകളാണ് ഇൻസ്റ്റലേഷൻ ചടങ്ങിന് വിളിച്ചത്. കോഴിക്കോട് അടക്കം പല ക്ലബുകളോട് ഞാൻ പറഞ്ഞു എന്നെ ഒഴിവാക്കണം, നിങ്ങൾ അവിടെ കോഴിക്കോട് ജില്ലയിൽ ഒരു 10ഓളം പാസ് ഗവർണർമാരുണ്ട്, അവരെ വിളിച്ചോളൂ, എന്നെ ഒഴിവാക്കണം.
പക്ഷെ നിർബന്ധം സഹിക്കാൻ പറ്റാതെ കാലിക്കറ്റ് ഗ്രേറ്ററിന്റെ പോണ്ടി വന്നു. അജാനോടോട് ഞാൻ പറഞ്ഞു, എന്നെ ഒഴിവാക്കും, സീനിയേഴ്സിനെ ആരെങ്കിലും വിളിക്കാം, ഓർമ്മ പറ്റില്ല, ഈ വർഷം നിങ്ങൾ തന്നെ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കഴിഞ്ഞ വർഷം CM കുഞ്ഞബ്ദുള്ള സ്ഥാനം ഏറ്റെടുത്ത ഒരു ചടങ്ങ് ഓർമ്മയില്ല. ഇന്ന് തുടക്കത്തിൽ നമ്മൾ ആദ്യം കണ്ട വീഡിയോ, പല്ലേരിയത്തിന്റെ മനോഹരമായ കോണിൽ ഏകദേശം 400ഓളം ആളുകൾ ഒരു ഡിസ്ട്രിക്ട് കൺവെൻഷന്റെ പ്രൗഢിയോടുകൂടി നടന്ന ഒരു ചടങ്ങ്. അപ്പൊ ഞാൻ ചോദിച്ചു ഈ വർഷം എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പൊ ഈ വർഷം ഞങ്ങൾ ബിഗ് മാളിലാണ്, പേരിൽ ബിഗ് മാളാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ചടങ്ങെല്ലാം ലഘുവായിട്ട് ചെറുതായി ചുരുക്കുന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോ ഒന്നിനും കുറവില്ല. LED ബോർഡടക്കമുള്ള മുഴുവൻ ആളുകളെ സെറ്റ് ചെയ്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സോടുകൂടി ഈ ചടങ്ങ് സംഘടിപ്പിച്ച മുഴുവൻ ആളുകളെയും ആദ്യമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞാൻ കയറി വരുമ്പോ എന്നോട് കുഞ്ഞബ്ദുൽ പറഞ്ഞത്, നിങ്ങൾ കുറച്ചധികം നേരം സംസാരിക്കണം. ഞാൻ പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാനൊന്നുമില്ല, കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ വായിച്ചപ്പോ, നിങ്ങൾ കൂടുതൽ വായിച്ചിട്ടുണ്ടാവും. ലോ ഓഫ് അട്രാക്ഷൻ വായിക്കണം, വായിച്ചില്ലെങ്കിൽ നല്ല പുസ്തകം. ആ പുസ്തകത്തിന്റെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പാരഗ്രാഫിന്റെ എഴുത്തുകാരൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, പകൽ ആരംഭിക്കുന്നത് എപ്പോൾ? പകൽ ആരംഭിക്കുന്നത് എപ്പോൾ എന്നാണ് ചോദ്യം. അപ്പൊ സാധാരണ രീതിയിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം രാത്രി അവസാനിക്കുമ്പോൾ പകൽ ആരംഭിക്കുന്നു, അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുമ്പോൾ പകൽ ആരംഭിക്കുന്നതൊക്കെ വരും. പക്ഷെ തൊട്ടടുത്ത പാരഗ്രാഫിൽ എഴുത്തുകാരൻ പറയുന്നു, നിന്റെ തൊട്ടടുത്തിരിക്കുന്നവൻ നിന്റെ സഹോദരനാണെന്ന് എന്ന് നിനക്ക് തോന്നുവോ അന്ന് നിന്റെ പകൽ ആരംഭിക്കുന്നു. നിന്റെ തൊട്ടടുത്തിരിക്കുന്നവൻ നിന്റെ സഹോദരനാണെന്ന് എന്ന് നിനക്ക് തോന്നുവോ അന്ന് നിന്റെ പകൽ ആരംഭിക്കുന്നു എന്നാണ് അതിൽ പറയുന്നത്. ഒരുപാട് പണം സമ്പാദിക്കുന്ന ആളുകളാണ് ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെല്ലാം വ്യക്തിപരമായി ഒരു 4-5 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരെയും പേരെടുത്ത് വിളിക്കാവുന്ന സൗഹൃദം എനിക്കുണ്ട്. ഇത്രയധികം സാമ്പത്തികമായി ആരും പിന്നിലൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഒരു യാത്രയിൽ സമ്പാദിക്കുന്നത് ചെലവാക്കുന്നതൊക്കെ ഇങ്ങനെ രീതി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാം കാലഘട്ടത്തിൽ നമ്മുടെ അച്ഛനമ്മമാര്, നമ്മുടെ അച്ഛന്റെ അച്ഛനമ്മമാര്, അതിന് മൂത്ത ആളുകളൊക്കെ ചെയ്തിരുന്നത് സമ്പാദിക്കുക, കൂട്ടിവെക്കുക, സമ്പാദിക്കുക, കൂട്ടിവെക്കുക. അതിജീവനത്തിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിജീവനത്തിന്റെ കാലഘട്ടം കഴിഞ്ഞ് പിന്നെ ഉപജീവനമായി. നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കേണ്ടത് പുതിയ തലമുറ, ജെൻസി എന്ന് പറയുന്ന തലമുറ, അല്ലെങ്കിൽ ആൽഫ എന്ന് പറയുന്ന ഒരു തലമുറയുടെ രീതി നിങ്ങൾ മനസ്സിലാക്കിയിട്ടൊന്നും എനിക്കറിയില്ല. ആ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കുന്നവരെയോ സമ്പാദിക്കുക, ചെലവാക്കുക, കൂട്ടിവെക്കുന്ന ഒരു പരിപാടി പുതിയ തലമുറയ്ക്കില്ല. അതിജീവനമില്ല, ഉപജീവനമില്ല. അവരുടെ ജീവിതം എന്ന് പറയുന്നത് ആനന്ദ ജീവനമാണ്. ആനന്ദ ജീവനം എന്ന് പറയുമ്പോൾ അവരെ ചെലവാക്കാൻ റെഡിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കൂട്ടി വെക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ എലോൺ മസ്ക് ആണ്. എലോൺ മസ്കിന്റെ ഒരു കണക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ എലോൺ മസ്ക് ആണ്. എലോൺ മസ്കിന്റെ ഇപ്പോഴത്തെ ആസ്തി 30 ലക്ഷം കോടിയാണ്. 30 ലക്ഷം കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി. പുതിയൊരു കണക്ക് പറയുന്നത്, അദ്ദേഹം ഒരു ദിവസം 1 കോടി ചെലവാക്കിയാൽ, 1 കോടി ചെലവാക്കാൻ പറ്റുമോ? സ്വാമിക്ക് ഒരു ദിവസം എത്ര ചെലവാക്കാൻ പറ്റും? സ്വാമി ഇറച്ചി മീനൊന്നും കഴിക്കുകയും ചെയ്യാം. ഒരു സാമ്പാർ ചോറും ഒരു 100-150 റുപ്യ, ഒരു കരിപ്പോടിയും ചായയും ഒരു 200-500 റുപ്യ, അതിനപ്പുറം ചെലവാക്കുമോ? സുജാ മേഴ്സി ഒരു ഐസ്ക്രീം, സുജാ മേഴ്സി ടീച്ചറെ എത്ര ചെലവാക്കാൻ പറ്റും ഒരു ദിവസം? പൈസ ഇഷ്ടം പോലെ തന്നെയാണ്. എത്ര ചെലവാക്കും? 50 റുപ്യ. എത്ര? എന്നാലും ഒരു 1000, 10,000, 1 ലക്ഷം രൂപ ചെലവാക്കാൻ പറ്റും ഒരു ദിവസം. എത്ര പറ്റും? ദിവസം 1 കോടി ചെലവാക്കും ഒരു ദിവസം. ബോംബെയില് വേറെ എന്തോ സാധനം വളരെ പാവപ്പെട്ടവന് ജീവിക്കാൻ ഏറ്റവും വലിയ പണക്കാരൻ 1 കോടി ചെലവാക്കാൻ വകുപ്പുണ്ട്. ഈ സാധനത്തിൽ ഇരുന്നോ? ഈ സംഗതിയിൽ ഈ കണക്ക് പറയുന്നത് എന്താ അറിയാം? എലോൺ മസ്കിന്റെ 30 ലക്ഷം കോടിയിൽ ഇയാള് ഡെയിലി 1 കോടി ചെലവാക്കിയാല് ഇയാളുടെ സമ്പാദ്യം തീരാൻ 8250 വർഷമാണ്. 8250 വർഷം ഉണ്ടെങ്കിൽ ഇത് ചെലവാക്കാൻ തീർക്കാൻ പറ്റുള്ളൂ. തുക എത്ര തലമുറ ചെലവാക്കും? എത്ര തലമുറ എങ്ങനെ ചെലവാക്കും? ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, പണം ഇങ്ങനെ വന്നോണ്ടിരുന്നാൽ നമ്മുടെ സന്തോഷം കൂടും. MGF കൊടുത്ത ഒരുപാട് ആൾക്കാർക്കുണ്ട്. MGF എന്ന് പറയുമ്പോൾ $1000 കൊടുക്കണം. ഈ $1000 കൊടുത്തിട്ട് MGF എടുക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സുഖമുണ്ട്, ഇല്ല പ്രവട്ട? അന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ലോകത്തിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ആളാണെന്ന് അറിയാം നിങ്ങൾക്ക്. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോ പുതിയ എന്തെങ്കിലും കണ്ടെത്തണമെന്ന് വെറുതെ ഗൂഗിൾ ചെയ്തത്, ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് അറിയോ? ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ആള്, ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ആളുടെ പേര് മാത്യു റിക്കാർഡ് എന്നാണ്. മാത്യു റിക്കാർഡ്. അദ്ദേഹം ഒരു ബുദ്ധിസ്റ്റ് മോങ്കാണ്. ഈ മനുഷ്യൻ. ഫ്രാൻസിൽ ജനിച്ചിട്ട് പിന്നീട്
ബുദ്ധസന്യാസിയായി നേപ്പാളിലാണ് ഇപ്പൊ താമസിക്കുന്നത്, ജീവിച്ചിരിപ്പുണ്ട്. ഇയാൾ ഹാപ്പിയസ്റ്റ്. ഇയാൾ പറയുന്നത് ഞാൻ എല്ലാ സമയത്തും ഹാപ്പി ഒന്നുമല്ല, പക്ഷെ എന്നെയാണ് ലോകം ഏറ്റവും സന്തോഷവാനായ മനുഷ്യനായി കണ്ടെത്തിയത് തെരഞ്ഞെടുത്തതാണ്. എങ്ങനെ തെരഞ്ഞെടുത്തതറിയോ? ന്യൂറോ സയന്റിസ്റ്റ്, നാടീ ഞരമ്പുകളെ കുറിച്ച് പഠിച്ച സയന്റിസ്റ്റുമാർ ഇയാളുടെ തല സ്കാൻ ചെയ്തപ്പോൾ കണ്ടെത്തിയ കാര്യം അതിൽ ഏറ്റവും കൂടുതൽ ഗാമ വേവ്സ് ആയിരുന്നു എന്ന് പറയുന്നത്. ഗാമ വേവ്സ് എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാകുമ്പോൾ മാത്രം വരുന്ന വേവ്സ് ആണ് ഗാമ വേവ്സ്. ഇയാളെ തലച്ചോറിൽ ഗാമ വേവ്സ് മാത്രമേ ഉള്ളൂ. അതിന് പുറമെ കണ്ടെത്തിയത് ലെഫ്റ്റ് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിൽ ഭയങ്കരമായ ആക്ടിവേഷൻ ആണ്. ലെഫ്റ്റ് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ ആളുകളെ കരുതുകയും പോസിറ്റീവ് ഇമോഷൻസ് മാത്രം ഉണ്ടാകുമ്പോൾ പ്രവർത്തിക്കുന്ന ഏരിയയാണ്. ഈ മനുഷ്യന്റെ തലയിൽ ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. നമ്മുടെ തലയിൽ എന്താ? നമ്മുടെ തലയിൽ എപ്പോഴും പോസിറ്റീവ് ഇമോഷൻസ് ആണോ? നമ്മുടെ തലയിൽ ആളുകളെ കരുതുന്നതിനെ കുറിച്ച്, മറ്റുള്ളവരെ കരുതുന്നതിനെ കുറിച്ചാണോ നമ്മൾ ചിന്തിക്കുന്നത്? ഇയാൾ പറയുന്നത് എനിക്കിങ്ങനെ തലയിൽ ഇങ്ങനെ മാറ്റം വരാൻ കാരണം 3 കാര്യങ്ങൾ ഇയാൾ പറയുന്നത്. ഒന്ന്, ആൾട്രൂയിസം പറയുന്നത്. ആൾട്രൂയിസം എന്ന് പറഞ്ഞാല് മറ്റുള്ളവരെ കരുതുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇതാണ് ആൾട്രൂയിസം. അതാണ് ഒരു കാര്യം. രണ്ടാമത്തത് ഇയാൾ പറഞ്ഞത് മൈൻഡ്ഫുൾനെസ് ആണ്. മൈൻഡ്ഫുൾനെസ് പറഞ്ഞാല് ഇയാൾ എന്ത് ചെയ്യുമ്പോഴും, ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നു, നിങ്ങൾ എന്നെ കേട്ടിട്ട് അവിടെ ഇരിക്കുന്നു, പൂർണ്ണമായിട്ടും നിങ്ങൾ ഇവിടെയാണോ ഇപ്പോ? താങ്ക് യു വെരി മച്ച്. പൂർണ്ണമായിട്ടും ഇവിടെയാണോ? അല്ല, മനസ്സിലൂടെ മറ്റു ചിന്തകൾ കടന്നു പോകുന്നുണ്ടോ? വീട്ടിനെ കുറിച്ചും നാട്ടുകാരെ കുറിച്ചും കച്ചവടത്തിനെ കുറിച്ചും കടന്നു പോകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മൈൻഡ്ഫുൾ അല്ലാന്ന് ഇയാൾ പറയുന്ന ഒന്നാമത്തെ കാര്യം ആൾട്രൂയിസം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. രണ്ടാമത്തത് മൈൻഡ്ഫുൾനെസ്, മൂന്നാമത് കമ്പാഷൻ. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മാനായി മാറും. അങ്ങനെയാണ് മാത്യു റെക്കാർഡ് ഏറ്റവും മികച്ച, ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ആളായി മാറിയെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈൻസ് എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് മനുഷ്യൻ ചെയ്യുന്നത്. മെഡിറ്റേഷനിലൂടെ ആളുകളെ മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നതിലൂടെ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യനായി മാത്യു റെക്കാർഡിന് മാറാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സന്തോഷം. ISI മാർക്കുകളാണോ വിജയ മാഷ? ഞാൻ കണ്ടിട്ടില്ല. ISI മാർക്കുള്ള മൈക്ക്, ISI മാർക്കുള്ള വെള്ളം, ISI മാർക്കുള്ള ഫോൺ, അതൊക്കെ ഉണ്ടാവും. ISI മാർക്കുള്ള ആളൊന്നുമില്ല, ഇന്നേ വരെ ഇല്ല. നമ്മളൊന്നും അത്ര പൂർണ്ണരൊന്നുമില്ല. എന്നാൽ ലൈൻസ് പോലുള്ള പ്രസ്ഥാനത്തിലൂടെ വന്നിട്ട് നമ്മളാലാവുന്നത്, അണ്ണാറക്കണ്ണനും തങ്ങളാലായത്, സൂര്യൻ അഹങ്കാരിയായി, സൂര്യന്റെ കഥ ടാഗോർ പറഞ്ഞിട്ടുണ്ടല്ലോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ലോകത്തിന് മുഴുവൻ ചൂടും പ്രകാശവും പരത്തി സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി പോണത്. അസ്തമയ സൂര്യൻ വിളിച്ചിരിക്കുന്ന ചോദ്യമുണ്ട്, ഞാനിതാ അസ്തമിക്കാൻ വേണ്ടി പോകുന്നു, ഈ ലോകത്തിന് ഇനി ആര് ചൂടും വിളിച്ചു നൽകുന്നു? അഹങ്കാരിയാണ് സൂര്യൻ. സൂര്യൻ എങ്ങനെ ചോദിക്കുമ്പോ 1 തവണ ചോദിച്ചു, 2 തവണ ചോദിച്ചു. ടാഗോർ പറയുന്നത് 3ാമത്തെ ചോദ്യത്തിൽ ഒരു ഉത്തരം വന്നു, ഞാനുണ്ട്. സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി പോകുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇനി ആര് ഇവർക്ക് പ്രകാശം നൽകുന്നതാണ്. 3 തവണ ചോദിച്ചു, 3ാമത്തെ ചോദ്യത്തിന് ഒരു ഉത്തരം വന്നു, ഞാനുണ്ടെന്ന്. സൂര്യൻ ദൂരം പോകുമ്പോൾ അറിയാതെ ഒരു കുഞ്ഞു മിന്നാമിനിങ്ങ പറയുന്നത്, നീ പോയിക്കോ സൂര്യ, ഈ സമൂഹത്തിന് ചൂടും വെളിച്ചവും ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്കാവുന്നത് ഞാൻ ചെയ്ത് തന്നെയാണ്. ഒരു ചെറുക്കൻ കടപ്പുറത്തുകൂടി ഇങ്ങനെ നടന്നു പോകാം, ഒരുപാട് 100 കണക്കിന് നക്ഷത്ര മത്സരങ്ങൾ ഇങ്ങനെ ചത്ത് മലച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ മനുഷ്യൻ, ഈ ചെക്കൻ എന്താ ചെയ്യാൻ, ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ജീവനുള്ളതിന്റെ എല്ലാം എടുത്തിട്ട് വീണ്ടും കടലിലേക്ക് വലിച്ചെറിയുന്നു. ലക്ഷക്കണക്കിന് നക്ഷത്ര മത്സ്യങ്ങളുണ്ട്. പുറകെ ചത്തുപോയി, പുറകെ പടച്ചുകൊടുക്കണം. ഈ പടച്ചുകൊണ്ടിരിക്കുന്നതിന് വീണ്ടും കടലിലേക്ക് തിരിച്ചെറിഞ്ഞു കൊടുക്കുക. അപ്പൊ തൊട്ടടുക്കുന്നത് നീ എന്താ ചെയ്യുന്നത്? ഇവിടെ ലക്ഷക്കണക്കിന് ചത്തുപോയില്ല, ഇനിയിപ്പോ നീ 1 2 എടുത്തിട്ട് കടലിലേക്ക് എറിഞ്ഞാൽ എന്ത് മാറ്റമാണ് ഇവിടെ നടക്കുന്നത്? അതിന് വലിയ അത്ഭുതമൊന്നും നടക്കൂല. അപ്പൊ ഈ പയ്യൻ പറഞ്ഞ എന്താ പറയാ, ഈ ചത്തുപോയതിലല്ലോ, ഞാൻ എറിഞ്ഞ ഒന്നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ലേ? ഞാൻ എറിഞ്ഞ 1 നക്ഷത്ര മത്സ്യം വീണ്ടും ജീവിച്ചിരിക്കില്ലേ? അത്രയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളാരും വലിയ കോടീശ്വരന്മാരൊന്നും അല്ല പ്രിയപ്പെട്ടവർ. പക്ഷെ ഈ സമൂഹത്തിന് വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈ സൂര്യന്റെ എഴുത്തിലും അതുപോലെ നക്ഷത്ര മത്സ്യങ്ങളുടെ എഴുത്തിലും പറയുന്നത്. പക്ഷെ ഒരു കാര്യം, നേരത്തെ DYSP പറഞ്ഞ് നിർത്തിപ്പോയ കാര്യങ്ങൾ കണ്ടില്ലേ? നമ്മൾ മാന്യന്മാരെന്ന് വിചാരിച്ച് കോട്ട് സൂട്ടെന്ന് വിട്ട് നടക്കുന്ന ആളുകൾ പലപ്പോഴും മാന്യന്മാരാണോ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ അവരേത് കേസിൽ പിടിക്കുമ്പോൾ അയ്യോ ഇവരിങ്ങനെ ആയിരുന്നു തോന്നുന്നത്. ഒരു തമ്മാടി, ഈ പുതിയ വായിച്ചൊരു കഥയാണ്. തമ്മാടി ചത്തുപോയി. തമ്മാടി ചത്തിട്ട് ഇയാള് തമ്മാടി ചത്ത എങ്ങോട്ട് പോകും? നാസർക്ക, തമ്മാടിയില്ല, നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോ എല്ലാ തോന്നിവാസങ്ങളും കളിച്ചവൻ ചത്താനോട് പോകും.
സ്വർഗത്തിൽ പോകും, നരകത്തിൽ പോകും, നരകത്തിൽ പോകും. ഇയാളുടെ ആത്മാവ് നരകത്തിലേക്ക് ഇങ്ങനെ പോകും, നരകത്തിലെത്തി. പക്ഷെ എന്താ സംഭവിച്ചെന്നറിയാം? പ്രളയത്തിന് നൂറുകണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ അന്ന് ചത്തുപോയി. അന്ന് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ പ്രളയത്തിൽ ചത്തുപോയി. അപ്പൊ ഈ ചത്ത ആൾക്കാരെല്ലാം ഇങ്ങനെ പോകണം, മേലോട്ട് പോയി. ഇയാള് പോയി നരകത്തിനടുത്ത് നിൽക്കുമ്പോൾ ചിത്രഗുപ്ത ഭയങ്കര തിരക്കിലാണ്. കാരണം ഇവർക്കെല്ലാം ടോക്കൺ കൊടുക്കണല്ലോ, കുറച്ചാൾക്ക് നരകത്തിലേക്ക്, കുറച്ചാൾ ചിത്രഗുപ്തനാണല്ലോ ഇതിന്റെ കണക്കപ്പെടാം. സർഗത്തിലേക്ക് നരകത്തിലേക്ക് ടോക്കൺ കൊടുക്കണോ? ഈ മനുഷ്യന് കൊടുക്കേണ്ട ടോക്കൺ നരകത്തിലേക്കാണ്. പക്ഷെ ഈ തിരക്കിനിടയിൽ ഇയാൾക്ക് കൊടുത്ത ടോക്കൺ സ്വർഗത്തിലേക്കായി. ഈ തെമാടി സ്വർഗത്തിലേക്കുള്ള ടോക്കൺ കിട്ടിയപ്പോ സന്തോഷം കൊണ്ട് ഇവർ ഓടുകയാണ്. ഈ ടോക്കൺ കൊണ്ട് സ്വർഗത്തിൽ വരും, ടോക്കൺ കാണിച്ചിട്ട് ഉള്ളിൽ കയറ്റുള്ളൂ. പക്ഷെ സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് മനസ്സിലെന്താ പറയാ? സ്വർഗത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയാം. പൂറികൾ, മദ്യം, മധുരാക്ഷി, ഇല്ലാത്തതൊന്നുമില്ലല്ലോ. അത്ര സുഖകരമായ കാര്യമില്ല. ഇയാൾ വേഗം സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് ഉള്ളിൽ കിടക്കുമ്പോ നമുക്ക് ഗാന്ധിജി ഉണ്ട്, ബുദ്ധനുണ്ട്, മദർ തെരേസന്റെ എല്ലാവരും അടിയിരിക്കുന്നത്. ഇതിന് വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശാന്തമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരനക്കും ബഹളവുമില്ല, ഇങ്ങനെ ശാന്തമായ അന്തരീക്ഷം. ഇയാൾ ആട് നോക്കുമ്പോൾ മദ്യവും ഇല്ല, മധുരാശിയും ഇല്ല, ഇയാൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നുമില്ല. ഇയാൾ ഗാന്ധിജിയുടെ കാർഡ് ചവിട്ടിയുള്ളൂ. ഗാന്ധിജിയുടെ കാർഡ് ചവിട്ടിക്കാൻ പറഞ്ഞു അഹിംസ, 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 അഹിംസ. വർണ്ണമുണ്ടത്തില്ല. ഇയാൾ ആകെ ബേജാറില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോ ഒരു വലിയ കണ്ണാടിയുണ്ട്. ആ കണ്ണാടിയിൽ നല്ല അതിസുന്ദരിമാരായ ആളുകൾ നടക്കുന്നുണ്ട്. കുറെ ആള് കണ്ണുടിക്കുന്നുണ്ട്, ഒരാൾ ഡാൻസ് ചെയ്യുന്നുണ്ട്, ഭയങ്കര രസകരമായി ആടിപ്പാടി തീർക്കുന്നുണ്ട്. അപ്പൊ തൊട്ടടുത്ത് ആളോട് ചോദിച്ചു അതെന്താ സംഭവം? അപ്പൊ അതാണ് നരകം, അതാണ് നരകം. ഇവൻ എന്ത് ചെയ്തു പറയാ? നേരെ പോയി ചിത്രഗുപ്തന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് തന്നെ ടോക്കൺ മാറിപ്പോയി. ഞാൻ നാട്ടിലെ 1-ാം നമ്പർ തെമ്മാടിയാണ്. എന്റെ സ്വർഗത്തിലെ ടോക്കൺ അല്ല തരേണ്ടത്, ശരിക്ക് തരേണ്ട നരകത്തില്ല, എനിക്ക് അത് മതിയാണ്. ചിത്രഗുപ്തൻ എന്താക്കിയാണ് നരകത്തിന്റെ ടോക്കൺ കൊടുത്തു. നരകത്തിന്റെ ടോക്കൺ കൊടുത്തു. വേഗം നരകത്തിന്റെ ഉള്ളിൽ കയറി. വാതിൽ തുറന്നിട്ട് ഉള്ളിലെത്തിയപ്പോ എന്നെ ഒരുത്തം കുന്തം കൊണ്ട് ഒരു അറ്റ കുത്തു നെഞ്ചിൽ കുത്തി. ആകെ ബേജാറായി കരഞ്ഞോണ്ട് മുന്നോട്ട് പോകുമ്പോ 4 ആൾ പിടിച്ചിട്ട് തളക്കം തണ്ണയിൽ കൊണ്ടിട്ട് ആട് ഭക്തിക്ക് എടുത്തിട്ട് ആകെ മൊത്തം കച്ചറ. അപ്പൊ ഇവൻ പറഞ്ഞു, എനിക്ക് ഈ നരകല്ല വേണ്ടത്, എനിക്ക് ഈ നരകല്ല, എനിക്ക് ആളെ കണ്ടിട്ടില്ലേ കേട്ടാ, ആളെ കണ്ടിട്ടില്ല, കണ്ണാടിയിലുള്ളിൽ കണ്ട നരകം, ആ നരകം വേണ്ടത്. അപ്പൊ അയാളെന്താ പറഞ്ഞത്? അത് പരസ്യോടാണ്, അത് ഒറിജിനൽ നരകല്ല. നിന്നെ പോലത്തെ തെമ്മാടികൾ അറിയാണ്ട് സ്വർഗത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആട്ടേക്ക് ആകർഷിക്കാനുള്ള പരസ്യം. ഞാൻ പറഞ്ഞ മനസ്സിലായി. എത്തണ്ടോന്ന് എത്തേണ്ട സ്ഥലത്ത് തന്നെ. ഇനി അത് എങ്ങനെ പോയാലും പടച്ചോന്റെ അടുത്ത് ഒരു കണക്ട് ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ നിങ്ങളെ പരിശുദ്ധ പറയാനൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഞാനും വായിച്ചിട്ടുണ്ട് ഈ സാധനം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾ. എന്ത് ചോദ്യം? നീ ഏത് കാറിൽ സഞ്ചരിച്ചു, ഏത് കോള കുടിച്ചു, ഏത് ഷൂസ് ധരിച്ചു എന്ന് ചോദിക്കൂല. ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? ഞാനൊരു വായലിൽ കേട്ടതാണ്, വായൽ പറയില്ല, ഞാൻ കേട്ടിരിക്കും. ആ ചോദ്യം എന്താണെന്നറിയോ? നിങ്ങൾ എത്ര പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി, നിങ്ങൾക്ക് എത്ര പേരുടെ മനസ്സിൽ സ്ഥാനമുണ്ടെന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ അജാനുർ ലയൺസ് ക്ലബിന്റെ മെമ്പർമാരിൽ 100 പേരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഈ വർഷം. 100 പേരുടെ മനസ്സിൽ നിങ്ങളുടെ കാല് വെച്ചിട്ട് നടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ. നിങ്ങളുടെ 100 കാലുകൾ വെച്ച് 100 ആളുകൾ നടക്കുന്നുണ്ട് ഈ സംഭവത്തിൽ. അവരുടെ മനസ്സിലുണ്ടാവും. Who will cry when you die? റോബിൻ ശർമ്മ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, ഞാൻ മരിക്കുന്ന സ്ഥലത്ത് കരയാൻ ആളുകളുണ്ടാവും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം, അത്രേ ഉള്ളൂ. പ്രശ്നങ്ങളുണ്ട് കേട്ടോ, പ്രശ്നങ്ങളില്ലാതൊന്നുമില്ല. നോട്ട് അഡ്മിറ്റഡ് എന്ന് പറയുന്ന ആള് പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന പുസ്തകം ഇതാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച ഒരു പുസ്തകം. നോർമൻ വിൻസെന്റ് ഒരു പ്രസംഗിക്കാൻ പോയിട്ട് ഇങ്ങനെ 100 കണക്കിന് ആളുകൾ ഇയാളെ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കാം. അപ്പൊ ഇയാൾ വന്ന പഠിച്ചു, യു ലുക്ക് വെരി കോൺഫിഡന്റ്, ഐ തിങ്ക് യു പീപ്പിൾ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലംസ്. നിങ്ങൾ ഭയങ്കര രസത്തിൽ ഇരിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ലല്ലേ? അപ്പൊ അവരിക്കുന്നവർ ആരോ പ്രശ്നം, ഞങ്ങളുടെ ഭയങ്കര പ്രശ്നമുണ്ട്. പ്രശ്നമുള്ളവർ കൈവക്കാൻ പറയും, മുഴുവൻ ആൾ കൈവക്കി. പ്രശ്നമുള്ളവർ കൈവക്കാൻ പറയുമ്പോൾ മുഴുവൻ ആൾ കൈവക്കി. ഇയാൾ വലിയ സൈക്കോളജിസ്റ്റ് ആണ്. ഓ, അത്ര പ്രശ്നമുണ്ടല്ലേ? എന്നാ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു കേട്ടോ, വിൻസെന്റ് ബീൽ പറയുന്നു. വിൻസെന്റ് ബീലിന്റെ പ്രസംഗം ഇത് നിങ്ങൾക്ക് CD കിട്ടും. വിൻസെന്റ് ബീൽ പറയുന്നു, ഞാൻ ഇന്ന് വരുന്ന സമയത്ത്, ഞാൻ ഇന്നിങ്ങനെ വരുന്ന സമയത്ത് ഒരു പ്രശ്നമില്ലാത്തൊരു സ്ഥലം ഞാൻ കണ്ടു. അവിടെ ഉള്ളവർക്ക് ഒരു പ്രശ്നമില്ല, എല്ലാവരും വളരെ സമാധാനത്തോടെ ഇരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നമുണ്ടല്ലേ? ഒരു പ്രശ്നമില്ലാത്തൊരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ആ ഒരു പ്രശ്നമില്ലാത്ത സ്ഥലം ഏതാണെന്ന് അറിയേണ്ടവർ കൈവക്കാൻ പറയും. എല്ലാവരും ഞങ്ങൾക്ക് എല്ലാവരും ആ സ്ഥലം ആള് പറഞ്ഞു, ദാറ്റ് ഈസ് സെമിട്രി. അത് സെമിത്തേരിയാണ്. അവിടെ ഇരിക്കുന്നവർക്ക് ആരും പ്രശ്നമില്ല. ആട്ടേക്ക് പോകേണ്ടവർ കൈവക്കാൻ പറഞ്ഞു.
ഒരുത്തനും നോക്കിയില്ല. പ്രിയപ്പെട്ടവരെ, പ്രോബ്ലം ഇസ് എ സൈൻ ഓഫ് ലൈഫ്. പ്രോബ്ലം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നർത്ഥം. പ്രശ്നമില്ലെന്ന് അർത്ഥം നിങ്ങൾ മരിച്ചുപോയി എന്നാണ്. പ്രശ്നമില്ലാത്ത ആരുമില്ല. ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് നാട്ടുകാരെ സഹായിക്കാന്ന് വിചാരിച്ചാൽ നടക്കുകയും ചെയ്യില്ല. എന്റെ പ്രശ്നം എന്റെ മോളെ പഠിപ്പിച്ചിട്ട്, എന്റെ മോനെ പഠിപ്പിച്ചിട്ട്, ഒരു വീട് കെട്ടിയിട്ട്, ഒരു കാർ വാങ്ങിയിട്ട് ഈ നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തേക്കാം എന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരിക്കലും ചെയ്യും. നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യാൻ പറ്റും. ഈ വർഷം ഗവർണർ പ്രഖ്യാപിച്ച പരിപാടികൾ അറിയാം. ഞാൻ വീണ്ടും പറയണ്ടല്ലോ, 10 കോടി രൂപയാണ് മിനിമം. 10 കോടിയല്ല, കണക്ക് കൂട്ടുമ്പോൾ 20 കോടി വരും. 10 കോടി രൂപയുടെ പ്രോജക്റ്റ് നമ്മൾ നടത്താൻ പറ്റും. 30 വീടുകൾ, 50 വീടുകളെ പ്ലാൻ, 30 വീട് തയ്യാറായി റെഡി ആയിട്ടുണ്ട്. 30 വീട്, 100 അംഗൻവാടികൾക്ക് ഓരോ ലക്ഷം രൂപ, 1 കോടി അതായി. 1 കോടി രൂപ നമ്മൾ IIPD കൊടുത്തു. നിങ്ങൾ കണ്ടില്ലേ? വന്നവർക്ക് കണ്ടിട്ടോ? വരാത്തവർക്ക് വേണ്ടി കാര്യം പറയും. പാവപ്പെട്ടവർക്ക് കാഞ്ഞങ്ങാട് ടൗണിൽ ലയൻസിന്റെ കുട പോയിരുന്നു. ചെരുപ്പൂത്തുന്ന പാവങ്ങളുണ്ട് അവിടെ. ചെരുപ്പൂത്തി ഒരു 10 പേരുണ്ട്. ആ 10 പേർക്കും കുട കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ അടുത്ത ആഴ്ച മുതൽ ലയൻസിന്റെ കുടയുടെ കീഴിലാണ് ഒരു ചെരുപ്പൂത്ത്. ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ പാവങ്ങളുണ്ട്. ഗ്ലൂക്കോമീറ്റർ കൊടുത്തു. എത്ര സേവന പ്രവർത്തനങ്ങളാണ്. ഞാൻ ഇവിടെ ഈ സമൂഹത്തിലെ ഏത് സംഘടന ഇതുപോലെ സ്വന്തം പോക്കറ്റ്, നാട്ടുകാർക്ക് പിരിച്ചിട്ടില്ല, നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമ്മുടെ വരുമാനത്തിന്റെ ഒരു പങ്കെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നാട്ടുകാർക്ക് ഇപ്പൊ നേരത്തെ DVSP ചോദിച്ചു, നിങ്ങൾക്ക് അമേരിക്കയിൽ പൈസ ഉണ്ടാവില്ലേ? ഞാൻ പറഞ്ഞു, സാർ എന്ത് അമേരിക്ക? അമേരിക്കയിൽ പൈസ ഇല്ല. ഇത് ഞങ്ങളുടെ വരുമാനത്തിന്റെ പങ്കെടുത്തിട്ട് ഞങ്ങൾ പ്രോഗ്രാം ചെയ്തത്, നമ്മൾ ചെയ്യുന്നത്. എത്ര ചെലവ് എന്നൊക്കെ ചോദിച്ചിട്ട് പോയത്. ഓരോരകത്തെ പൈസ ഇതൊക്കെ എവിടുന്നാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെല്ലാവരും ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തിയ ആളുകളാണ്. സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്. അങ്ങനെ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ലയൻസിൽ ചേർത്ത്. ഇനി ലയൻസിൽ ചേർന്ന് മാത്രമല്ല, ഒരു MJFL എടുത്താൽ നല്ല സന്തോഷമാണ്. ദീപക് ചേരാൻ എടുത്തില്ല. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ ചെയ്തതിന്റെ ലൈഫ് ഈസ് വെരി സിമ്പിൾ. മൈ ഡിയർ ഫ്രണ്ട്സ്, ലൈഫ് ഈസ് വെരി സിമ്പിൾ. വാട്ട് യു ഗിവ് യു വിൽ ഗെറ്റ് ബാക്ക്. നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് തിരിച്ചു. ഒരു തർക്കവും നിങ്ങൾക്കില്ല. ഇതിനെല്ലാം മോണിറ്റേർഡ് ആണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും മോണിറ്റേർഡ് ആണ്. നമ്മളൊന്നും അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ പ്രധാനപ്പെട്ട കടമയിലേക്ക് ഞാൻ കിടക്കുന്നു. വളരെ പെട്ടെന്ന് ഞാൻ ഈ പരിപാടി തീർക്കും. ഇൻസ്റ്റലേഷൻ ഇറങ്ങിയിട്ടാണോ പ്രൊഫസറുടെ റെഡി? ഓക്കെ. ഞാൻ പേര് വിളിക്കുന്ന ആളുകൾ അവിടെ തന്നെ എണീറ്റാൽ മതി. ഡയറക്ടേഴ്സ് അഷ്റഫ് MB മൂസ, ലയൻ ജെയ്സൺ തോമസ് ഇല്ലല്ലോ, ലയൻ സുബോധ് എണീക്കണേ, ലയൻ സുമാരൻ പുച്ചക്കാട്, ലയൻ അനിൽകുമാർ വാഴന്നോറടി, പ്രിയപ്പെട്ട മെമ്പർ, ലയൻ AP അബ്ദുൽ കരീം കരിക്കോട്ടെ. അവിടെ നിങ്ങളുടെ പോസ്റ്റ് ഇവിടെ എനിക്ക് തന്ന ലിസ്റ്റിൽ നിങ്ങളുടെ പോസ്റ്റ് ഡയറക്ടേഴ്സിനാണ്. ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഞാൻ പറയാം, BOD പറഞ്ഞൊരു ഗ്രൂപ്പിന്റെ ഭാഗമാണ് നിങ്ങൾ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതായത് നമ്മളിപ്പോ ക്ലബ് ആണെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. അതായത് ഗൾഫിലായിരിക്കും എനിക്ക് പറയുന്നത്, എന്നാലും നാട്ടിൽ ഉണ്ടാകും പോലും BOD പങ്കെടുക്കാൻ. ഇവർ ഒരുപാട് ഈ കുഞ്ഞബ്ദുള്ളക്ക് അങ്ങനെ ഒരു ടൈം കാണുന്നില്ല. എന്തെല്ലോ പരിപാടി കൊണ്ടുവരും. ആ പരിപാടി കൊണ്ടുവരുമ്പോൾ പറ്റുമെങ്കിൽ മാത്രമേ ഏറ്റെടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര ഡിബേറ്റ് ചെയ്യണം, ഭയങ്കരമായ ചർച്ചയ്ക്ക് വിധേയമാക്കണം. ഒരാളെ ഒറ്റ ഇഷ്ടത്തിനൊന്നും വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. അവസാനം ബഹുഭൂരിപക്ഷം തീരുമാനത്തിനനുസരിച്ച് നമ്മൾ നടത്തുള്ളൂ. അങ്ങനെ സജീവമായി ചർച്ചയിൽ പങ്കെടുത്ത് ഈ ക്ലബിനെ ഉത്തരോത്തരം മുകളിലോട്ട് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കൂലേ? കൈ നോക്കിയിട്ട് റെഡി എന്ന് പറയാം. താങ്ക് യു വെരി മച്ച്. യുവർ ഇൻസ്റ്റാൾ ഒരു കയ്യിൽ കൊടുക്കണം. ഓരോ ആളെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കയ്യിൽ കൊടുക്കണം. ലയൻ ടെയിൽ ട്വിസ്റ്റർ ആണ്. ലയൻ നാരായണ പാർമൻ. ഈ വിളിക്കുന്ന ആൾ മുമ്പിലോട്ട് വരണം. വേഗം നാരായണ പാർമന്റെ പോസ്റ്റ് എന്താ അറിയാം? ഓടിയോ? ലയൻ ടെയിൽ ട്വിസ്റ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ടെയിലോടെ വാല്, ട്വിസ്റ്ററിന്റെ വാല് പിടിച്ചിരിക്കില്ലേ? സിംഹത്തിന്റെ വാല് പിടിച്ച് തിരിച്ചുണ്ടാവും. സിംഹത്തിന്റെ വാല് പിടിച്ച് തിരിച്ചാൽ മുരളും അല്ലെ? അപ്പൊ എന്താ പരിപാടി എന്ന് വെച്ചാൽ, മീറ്റിംഗ് നടക്കുമ്പോ അത്ര ഒരു ഭംഗിയില്ലെങ്കിൽ, ഒരു ഡള്ളായി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ഉഷാറാക്കാൻ പാട്ട് പാടും. ഇല്ല, കഥ പറയോ? ഒന്നും പറയാം. പാട്ട് പാടുന്ന ആളുകളെ കൊണ്ട് ഇഷ്ടംപോലെ പാട്ടുകാരുണ്ട്. അഷ്റഫ് MB മൂസ പാട്ടുകാരാണ്. ഇഷ്ടംപോലെ പാട്ടുകാരുണ്ട്. അവരൊക്കെ പാട്ട് പാടി ലൈവ് ആക്കുക. ക്ലബിനെ ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, ക്ലബിന്റെ മീറ്റിംഗുകൾ ഗംഭീരമാക്കാൻ ശ്രമിക്കൂലേ? റെഡി എന്ന് പറയാം. യുവർ ഇൻസ്റ്റാൾ ഒരു കയ്യടി കൊടുക്കേ. ലയൻ ടേബിൾ ഷബീർ ഹസൻ വേമ. ഷബീർ തന്നിരിക്കുന്ന പോസ്റ്റ് ടൈമർ എന്നാണ്. ഞാൻ ഇവിടെ വന്ന മുതൽ ശ്രദ്ധിക്കുന്ന ഷബീർ മൊത്തത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ടൈമർ പണി എന്താ അറിയാം? ഈ പരിപാടി കഴിഞ്ഞോളെ ദൂരി വെക്കണം. മുട്ടി, മണി, എന്തെങ്കിലും കൊത്തം കുറച്ചക്കണം. കുറേ സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങളെല്ലാം അതാതിന്റെ സ്ഥലത്ത് വെച്ചിട്ട് അടുത്ത മീറ്റിംഗ് വരുമ്പോൾ ഇതെല്ലാം കൊണ്ടുവരണം. ഏറ്റവും മീറ്റിംഗിന് ആദ്യം വരേണ്ടത് ഷബീർ ആയിരിക്കണം.
ഇങ്ങനെല്ലാം ചെയ്തിട്ട് അടുത്ത വർഷം CMK ഗംഭീരമാക്കാൻ സഹായിക്കൂലേ? അവിടെ റെഡിയല്ലേ? യു ആർ ഇൻസ്റ്റാൾ. മാർക്കറ്റിംഗ് ചെയർപേഴ്സൺ ശരി കമ്മാടം. ശരി സൂപ്പർ. ശരി കുഞ്ഞത്തുള്ള പെർഫെക്ഷൻ ഞാൻ പിന്നെ ആയിട്ടില്ല. ശരി ശരിക്കും എനിക്ക് കുറെ കാലമായിട്ട് അറിയാം. ശരിക്കും നമ്മുടെ ക്ലബിന്റെ ഒരു ചിട്ടി, ക്ലബിന്റെ ബേസ് ഉറപ്പിക്കാൻ വേണ്ടി ചിട്ടി അതിഗംഭീരമായി ചെയ്ത ഒരാളാണ്. വ്യാപാരി വ്യവസായിയുടെ വലിയ നേതാവാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും തന്നിരിക്കുന്ന ചുമതല മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ചെയർപേഴ്സൺ ആണ്. മാർക്കറ്റിംഗ് ഇപ്പൊ ഈ പരിപാടിയുടെ ന്യൂസ് ഇന്ന് തന്നെ അയക്കണം, അല്ലെങ്കിൽ നാളെ രാവിലെ അയക്കണം. മറ്റന്നാണ് പത്രം വലുത് വരണം. ഒരു കോപ്പി എനിക്ക് അയക്കണം. റെഡി എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തുന്ന എല്ലാ പരിപാടിയുടെ പത്രങ്ങളിൽ വരണം. പത്രക്കാരായിട്ട് നല്ല റാപ്പ് വേണം. മാർക്കറ്റ് ചെയ്ത് കൂടുതൽ മെമ്പർമാരെ ഇതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ശരിയല്ലോ? യു ആർ ഇൻസ്റ്റാൾ. താങ്ക് യു വെരി മച്ച്. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ക്ലാസ്മേറ്റ് സലാം കമ്മാടം, സർവീസ് ചെയർപേഴ്സൺ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചേട്ടോ. ഒരു ബെഞ്ചിൽ ഇരുന്നിട്ട് കൈ പിടിച്ച് നടക്കും എപ്പോഴും. സലാം, എനിക്ക് ഭയങ്കര സന്തോഷം എന്റെ ക്ലാസ്മേറ്റിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ കിട്ടിയ സന്തോഷം. സലാമിന് തന്നിരിക്കുന്ന ചുമതല സർവീസ് ചെയർപേഴ്സൺ ആണ്. അതായത് അടുത്ത വർഷം എന്തൊക്കെ സർവീസ് പ്രോഗ്രാം നടത്തണമെന്ന് സജസ്റ്റ് ചെയ്യുന്നു എല്ലാ കാര്യം. ഇപ്പൊ നോക്കിയാൽ നമ്മള് കുട കൊടുക്കും, പ്രസിഡന്റ് കുട കൊടുക്കൂലേ? CMK അവിടെ ഇരിക്കുന്ന എല്ലാണ്ട് കാര്യങ്ങൾ നമ്മൾ കുട കൊടുക്കൂലേ? കുട കൊടുക്കും. അങ്ങനെ വീൽ ചെയർ, ഇപ്പൊ ഇന്ന് 2 വീൽ ചെയർ കൊടുക്കുന്നുണ്ട്. ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അടുത്ത വർഷം ഒന്നും കൂടി ഉഷാറാക്കണം. ആ ഉഷാറാക്കി ക്ലബിന് കൂടുതൽ മെമ്പർമാരെ കിട്ടണം. അതിനുവേണ്ടി CMK ടീമിനെ സഹായിക്കൂലേ? റെഡി റെഡി യു ആർ മിസ്റ്റർ ദീപ. ഇനി വിളിക്കാനുള്ളത് ലയൻസിന്റെ വളരെ സീനിയർ മോസ്റ്റ് മെമ്പർ ആണ്. ലയനിസം എന്താണെന്ന് കൃത്യമായി അറിയുന്ന അഡ്മിനിസ്ട്രേറ്റർ ലയൻ ദീപക് ദിയാറാം. ദീപക് നമ്മളൊക്കെ ലയൻസിൽ വരുന്നതിന് മുമ്പേ ലയൻസിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളാട്ടോ. അജാനൂർ ലയൻസ് ക്ലബിൽ ഇഷ്ടമായതുകൊണ്ട് പിന്നീട് കൊണ്ട് മാറിയതാണ്. കോസൂർ ലയൻസ് ക്ലബിന്റെ മെമ്പർ ആയിരുന്നു. ആള് അടിപൊളിയാണ്. ഒന്നും പറയാനൊന്നുമില്ല. ദീപക് ഇതൊരു പുതിയ പോസ്റ്റാണ് അഡ്മിനിസ്ട്രേറ്റർ. പണ്ട് ജോയിന്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. അതായത് സെക്രട്ടറിനെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യും. ലാൻഡ് സേവർക്കൊന്നും കൂടുതൽ അങ്ങനെ പഠിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. റെഡിയല്ലേ? യു ആർ ഇൻസ്റ്റാൾ. താങ്ക് യു വെരി മച്ച്. സെക്കൻഡ് വൈസ് പ്രസിഡന്റ് നാരായണ മുത്തൽ. ഫസ്റ്റ് 2 വൈസ് പ്രസിഡന്റുമാർ ഒന്നിച്ചു വിളിക്കാം. ഷെരീഫ് KBM. ഷെരീഫ് വന്നില്ല. ആരണ്ടാ ഈ മനുഷ്യനെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാനറിയില്ല. ഇയാളൊരു ജീനിയസ് ആണ്. ഞാൻ മനസ്സിലാക്കുന്ന നാരായണ മുത്താൽ ജീനിയസ് ആണ്. നല്ല എഴുത്താണ്. ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് ഇദ്ദേഹം എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. നമ്പർ 1. നമ്പർ 2, 2 കമ്പനികളുടെ പബ്ലിക് PR ആണ് അദ്ദേഹം. റിയൽ സൂപ്പർ മാർക്കറ്റ്, ഇമ്മാനുവൽ, 2 വലിയ കമ്പനികളെ മുന്നോട്ട് നയിക്കുന്ന ആ മനുഷ്യനാണ്. എനിക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു കപ്പാസിറ്റി. ഒരു സംശയം വേണ്ട. അടുത്ത വർഷം സെക്കൻഡ് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ CMKന്റെ കാര്യങ്ങൾക്ക് ശക്തി പകരാൻ റെഡിയല്ല? യു ആർ ഇൻസ്റ്റാൾഡ് ആസ് സെക്കൻഡ് വൈസ് പ്രസിഡന്റ് ഓഫ് ലയൻസ് ക്ലബ് ഓഫ് അജാനൂർ. താങ്ക് യു വെരി മച്ച്. അടുത്തത് 3 VIPs. ലയൻ KV സുനിൽരാജ്. എന്താ പറയാ, നീലേശ്വരം ലയൻസ് ക്ലബിൽ ഉണ്ടായതാണ്. അവിടെതാണ് ഇങ്ങോട്ട് വന്നത്. ഇതിന്റെ എല്ലാ കാര്യത്തിലും നേരത്തെ CMK പറഞ്ഞു കേട്ടല്ലോ, എന്റെ വലത് കൈയായിട്ട് എന്നെ എല്ലാ കാര്യത്തിലും മാർഗനിർദ്ദേശങ്ങൾ തരുന്ന ഒരാളാണ്. CMKക്ക് അത്ര ഇഷ്ടമാണ് സുനിലിനെ. ചില ആളുകളോട് ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ, അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു IPP ആണ്. ഭാഗ്യവശാൽ അടുത്ത വർഷം IPP ആവാനുള്ള ഭാഗ്യം കിട്ടി. CMK തുടരും. പിന്നെ അടുത്ത വർഷം CMK ഈ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം. അതിന്റെ ഉത്തരവാദിത്വം കൂടി നീ ഏറ്റെടുക്കും. കാരണം ഇനി ഒരിക്കലും 2 വർഷത്തിൽ കൂടുതൽ ഒരു ക്ലബിന്റെ പ്രസിഡന്റ് ആവുമെന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ പുതിയൊരു നിയമം വന്നിട്ടുണ്ട്. ആ ക്ലബ്ബ് വീക്ക് ക്ലബായി പ്രഖ്യാപിക്കും. അതുകൊണ്ട് അടുത്ത വർഷം ചാൻസ് കൊടുക്കരുത്. ഓക്കെ. അപ്പോ LCF എന്ന് പറയുന്ന ഒരു പദവിയാണ് നിങ്ങൾക്ക് ഇപ്പൊ. നമുക്ക് കഴിഞ്ഞ വർഷം MGF ഒന്നും കിട്ടിയില്ല. അമിതാജ് റെഡി ആയിട്ടുണ്ട്, ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കൊല്ലം മണിക്കണം. LCF പോയിട്ടാണ് പോകുന്നത്. റെഡി അല്ലേ? ഒരു കൈയടിച്ചു. താങ്ക് യു വെരി മച്ച്. ഇനി 3 VIPസിനെ വിളിക്കാനുള്ള ട്രഷറർ ഇലിയാസ് PP. അടുത്ത കാലത്ത് അജാനൂർ ലയൻസ് ക്ലബിന്റെ സൂപ്പർ താരമാണ് ഇലിയാസ്. മോള് കയറിയിട്ട് എല്ലാവരും കാണട്ടെ, അങ്ങോട്ട് തിരിഞ്ഞു. ഇലിയാസേ, ട്രഷറർ പണിയാണ്. അറിയാലോ എന്താന്ന്. പൈസ പിരിക്കണം, അയക്കണം, ഡിസ്ട്രിക്ട് ഡ്യൂസ്, ഇന്റർനാഷണൽ ഡ്യൂസ്, മൾട്ടിപ്പിൾ ഡ്യൂസ്, അങ്ങനെ കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. മാത്രമല്ല ലക്ഷക്കണക്കിന് രൂപയുടെ ടേൺ ഓവറാണ് അജാനൂർ ലയൻസ് ക്ലബിനുള്ളത്. ഇതിന്റെ എല്ലാ ഉത്തരവാദിത്തം, എല്ലാ മീറ്റിങ്ങുകളിലും കണക്ക് വെക്കണം. 2 അക്കൗണ്ട് സൂക്ഷിക്കണം. സർവീസ് അക്കൗണ്ടും അഡ്മിനിസ്ട്രേറ്റീവ് അക്കൗണ്ടും. ബാങ്ക് അക്കൗണ്ട് ഒന്നും മതി, പക്ഷെ 2 വേറെ സൂക്ഷിക്കണമെന്നാണ് നിയമം. പിന്നെ ഒരു കാര്യം എനിക്ക് റിക്വസ്റ്റ് ചെയ്യുന്നത്, ഈ ആർട്സ് ആൻഡ് സയൻസ് സ്പോർട്സ് ക്ലബ്ബ് പോലെ പൈസ ചോദിക്കുന്ന ഒരു പരിപാടി ലയൻസിൽ ഇല്ലാട്ടോ. കാസർഗോഡ് ലയൻസ് ക്ലബ്ബ് മാതൃകയാക്കണം നിങ്ങൾ. ഞങ്ങളുടെ ഫസ്റ്റ് BOD ഡോക്ടേഴ്സ്, കാസർഗോഡിലെ ഡോക്ടേഴ്സാണ് ഞങ്ങളുടെ മെമ്പേഴ്സ്. ചെക്ക് കൊണ്ടുവരും. ചെക്ക് കൊണ്ടുവന്നിട്ട് പറയും ഞങ്ങളുടെ പൈസ എന്ന് പറയും. ആദ്യത്തെ ദിവസം തന്നെ ട്രഷറി ഏൽപ്പിക്കും. സമാധാനമാണ്. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അല്ലാതെ ബെക്ക് ചെയ്ത പരിപാടി ഇതിലില്ല, ലയൻസിലില്ല. അപ്പൊ ചോദിക്കാതെ തന്നെ ഈ വർഷം
എല്ലാവരുടെ ഡ്യൂസ് കിട്ടുന്ന പ്രതീക്ഷിക്കാം. നമുക്ക് കുറച്ച് ഫണ്ട് കൂടി വേണം. ഒരു ഫണ്ട് റേസിംഗ് പ്രോഗ്രാം കഴിഞ്ഞ വർഷം നമ്മൾ ആലോചിച്ചതാണ്, നടത്താൻ പറ്റിയില്ല. ഈ വർഷം നടത്തണം. എല്ലാം ചെയ്ത് നമ്മുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക. കൈവരുത്ത്. യുവർ ഇൻസ്റ്റാൾ ആസ് ട്രഷറർ ഓഫ് ലയൺസ് ക്ലബ് ഓഫ് ആശാൻ. പോലെ സെക്രട്ടറി ഗഫൂർ ഷാഫി. സൂപ്പർ. ഓട്ടോമാറ്റിക്കലി കൈയ്യടിക്കുന്നല്ല, ഞാൻ കൈയ്യടിക്കാനേ പറഞ്ഞില്ല. അതാണ് ഗഫൂർ ഷാഫിന്റെ ജനപങ്കാളിത്തം അല്ലെങ്കിൽ ജനസമിതി. ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് അറിയായിരിക്കും, ഇദ്ദേഹം ഹോട്ടൽ ബിസിനസ്സിലാണ്. ഇന്ന് നിങ്ങൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണം അദ്ദേഹം തയ്യാറാക്കുന്നതാണ്. നൈഫ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ സ്വന്തമായി നടത്തുന്നു. ആള് സൂപ്പർ പുലിയാണ്. ഇപ്പൊ ബേക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് പ്രോഗ്രാം ഉണ്ടാവും ഗഫൂർ ഷാഫി ഇല്ലാതെ നടത്തില്ല. അവിടെ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് വർഷത്തിൽ നടക്കണം, ഗഫൂർ ഷാഫി വേണം. അവിടെ ഒരു MLA വരണമെങ്കിൽ MP വരണമെങ്കിൽ ഗഫൂർ ഷാഫി വേണം. അപ്പൊ അങ്ങനെ ഒരാളെ ഈ വർഷം സെക്രട്ടറി ആയി കിട്ടിയിട്ടുണ്ട്. ഗഫൂർ ഷാഫിന്റെ ഫാമിലി വന്നിട്ടുണ്ട്. എല്ലാവരുടെ ഫാമിലി പോലും വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ മക്കളൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അത് തന്നെ അദ്ദേഹം ലയണിസം പൂർണ്ണമായി ഉൾക്കൊണ്ടു എന്നുള്ളതിന്റെ തെളിവാണ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ റിപ്പോർട്ട് അയക്കണം. അതൊക്കെ നമ്മുടെ പ്രസിഡന്റ് അതിനെല്ലാം തറവാണ്. പ്രസിഡന്റ് പൂർണ്ണമായും ഈ വർഷം എല്ലായിടത്തും ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഗഫൂർ ഷാഫി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു സംശയമില്ല ഈ സെക്രട്ടറിനെ കുറിച്ച്. അതിഗംഭീരമായി നമ്മൾ മുന്നോട്ട് പോയില്ല. യു ആർ ഇൻസ്റ്റാൾഡ് ആസ് ദി സെക്രട്ടറി ഓഫ് ലയൺസ് ക്ലബ് ഓഫ് ആശാൻ. ഇനി ഒരാളെ മിസ്സായി പോയിട്ടുണ്ട്. സോറി കേട്ടോ, എന്റെ ഭാഗത്ത് നിന്ന് വന്ന ഫോൾട്ടാണ്. മെമ്പർഷിപ്പ് ചെയർപേഴ്സൺ എന്നെ ഞാൻ മറന്നുകൂടായിരുന്നു. പ്രത്യേകിച്ച് എന്നെ പരിചയപ്പെടുത്തിയ നീയാണ്. ഞാൻ സത്യം പറയണം, ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും പലയിടത്തും എന്നെ പരിചയപ്പെടുത്താറുണ്ട്. പക്ഷെ ഇത്ര വേഗത്തിൽ പരിചയപ്പെടുത്തി ആദ്യമായിട്ട് നീ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ മനസ്സിലായില്ല എന്ത് സംഭവം. നീ എന്തൊരു വേഗതയായിരുന്നു. അത് മാത്രമല്ല, ഞാൻ CM പറഞ്ഞു മലയാളം വായിച്ചാൽ മതി. അപ്പൊ പറഞ്ഞതല്ലേ ഒരു മലയാളം വായിക്കാറില്ല, ഇംഗ്ലീഷ് ആയിരുന്നു. പക്ഷെ സൂപ്പർ ആക്സെന്റ് ആയിരുന്നു. നീ എങ്ങനെ പഠിച്ചെന്ന് എനിക്കറിയില്ല. അടിപൊളി ആക്സെന്റ്. എനിക്കങ്ങനെ വായിക്കാനൊന്നും പറ്റില്ല. ആ രീതിയിലൊന്നും വായിക്കാൻ എനിക്ക് പറ്റില്ല. അടിപൊളി ആക്സെന്റ് സൂപ്പർ ആയിരുന്നു. പ്രസന്റിന്റെ പ്രോഡക്റ്റ് അല്ലേ. അപ്പൊ MBA മാസ്റ്റർ പിന്നെ അഭിമാനിക്കും. അവിടെ ഇംഗ്ലീഷ് ടീച്ചർ സൂപ്പർ ആയിരിക്കും. അടിപൊളിയായിരുന്നു. താങ്ക് യു വെരി മച്ച് കേട്ടോ. പക്ഷെ സ്പീഡ് നോക്കണേ. നിങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന പണി മെമ്പർഷിപ്പ് ചെയർപേഴ്സന്റെ പണിയാണ്. നമുക്ക് എത്ര മെമ്പർ ഉണ്ട്? 47. ഈ വർഷം എത്രയാണ്? അത് പറയാം. അങ്ങോട്ട് പോകണം. എന്നോ 50 പ്ലസ്. ഇപ്പൊ 3 മെമ്പർമാരെ എന്തായാലും 3 പോരാ. നമ്മുടെ ടൈറ്റസ് തോമസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഗവർണറാണ്. തന്നിരിക്കുന്ന ടാർഗറ്റ് വളരെ കൂടുതലാണ്. 19 പുതിയ ക്ലബ് ഉണ്ടാക്കണം. ഇന്റർനാഷണൽ പ്രസിഡന്റിന്റെ ടാർഗറ്റ് വന്നു. 1500 പുതിയ മെമ്പർ ഉണ്ടാവില്ല. എവിടെ നിന്നുണ്ടാവും? 3 പോരാ, പരമാവധി. റെഡി? അങ്ങനെ പുതിയ മെമ്പർമാരെ ചേർത്ത് നമ്മുടെ ക്ലബിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ സഹായിക്കൂലേ? കൈപോക്കി യു ആർ ഇൻസ്റ്റാൾഡ് ആസ് ദി മെമ്പർഷിപ്പ് കമ്മിറ്റി. ഇനി പ്രസിഡന്റിനെ പരിചയപ്പെടുത്താം. CMK. Where perfection is my tradition എന്ന ആപ്തവാക്യത്തിൽ വിശ്വസിക്കുന്നവൻ, 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായവൻ, ജീവിതത്തിൽ വ്യക്തിമുദ്ര തീർത്തവൻ, ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ തന്റെ ഇച്ഛാശക്തി കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ആ കാര്യം നിറവേറ്റി കൈയ്യടി നേടുന്ന ഞങ്ങളുടെ CMK. മനുഷ്യരാശിയോടുള്ള സേവനം ജീവിതത്തിന്റെ മഹത്തായ കർമ്മം എന്ന് വിശ്വസിച്ച് സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളിൽ ഇടപെടുന്ന ഇദ്ദേഹം എല്ലാ ഇടങ്ങളിലും മേഖലകളിലും ഉള്ളവർക്ക് ആശ്വാസമാണ്. കുടുംബ ബിസിനസ്സിൽ നിന്നും മാറി ഒറ്റയ്ക്ക് വെട്ടി ടൈൽ മേഖലയിൽ വിജയഗാഥ രചിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ CMK. ബെസ്റ്റ് ഇന്ത്യ ബിസിനസ് ഫാമിലി. കേരളത്തിലും കർണാടകയിലും വിപണനം നടത്തുന്ന ടൊയോട്ടോ, CMK, യൂറോസ്, ഇമാറ, അഡ്നോക്സ് എന്നീ ടൈൽസ് ബ്രാൻഡുകളുടെ വിതരണ കമ്പനിയായ CMK ടൈൽസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ. ഞങ്ങളുടെ ക്ലബിന്റെ തുടക്കം മുതൽ ഇന്നുവരെ ഇദ്ദേഹമാണ് എല്ലാം. ഞങ്ങൾ ഇന്നുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളിലും CMKയുടെ കയ്യൊപ്പുണ്ട്. സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവന് വലിയൊരു സുഹൃത്ത് വലയമുണ്ട്. വിവിധ സംഘടനകളുടെ നേതൃനിരയിലും നിറഞ്ഞു നിൽക്കുന്ന ഇദ്ദേഹം നീലേശ്വർ JCI സ്കൂൾ ട്രസ്റ്റ് മെമ്പർ, ഓൾ കേരള ടൈൽ ആൻഡ് സാനിറ്ററി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ്, ടൈൽസ് ഡിസ്ട്രിബ്യൂട്ട് അസോസിയേഷൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ, JCI ചേംബർ കൊമേഴ്സ് മെമ്പർ തുടങ്ങി വിവിധ സംഘടനകളിൽ പ്രവർത്തിച്ചു വരുന്നു. The person with clear vision, the upcoming leader of Lions Club of Achanu, Lion CM കുഞ്ഞത്തുള്ള PMJF-നെ വളരെ ആദരവോടെ അതിലേറെ അഭിമാനത്തോടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു.
അവസാനം തീയല്ലേ, അത് കുഞ്ഞബ്ദുള്ളന്റെ ഉള്ളിലുള്ള തീയത്. സത്യം ഞാൻ എന്താ പറയാന്ന് എനിക്കറിയില്ല. ചില പരിചയപ്പെടുത്തലുകൾ ഇതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട്, വലിയ വലിയ കോൺഫറൻസിനൊക്കെ കണ്ടിട്ടുണ്ട്. പലതും കാറ്റടിച്ചു കൂട്ടിയതായിരിക്കും, എയറിൽ ഇങ്ങനെ കേട്ടുകൊണ്ടുള്ളൂ. പക്ഷെ ഈ പറഞ്ഞതിൽ ഒന്നുപോലും ഒരു ഇഞ്ച് പോലും കളവോ അസത്യമോ ഇല്ല എന്ന് ഞാൻ സാക്ഷ്യപ്പെടുന്നു. സത്യം. സ്നേഹിച്ചാല് ചങ്ക് പറിച്ചിട്ട് കൊടുക്കും. തെറ്റിയാ എന്ത് ചെയ്യുന്നു ഞാൻ പറയുന്നത്, ഞാൻ പറയുന്നത് അത്ര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. എന്നെ അഷ്റഫിനൊക്കെ ഒരുപാട് ഇങ്ങനെ പല കാര്യത്തിലും ഇങ്ങനെ തിരുത്തി കൊണ്ടുവരും. എന്നാൽ ഭയങ്കര കുടുംബസ്ഥനമാണ്. ഒരു അമ്മ എന്ന് പറഞ്ഞൊരു മോളുണ്ട്, ഉണ്ടെന്ന് തോന്നുന്നു പറയുന്നതോടെ. എന്താണ് ആ കുടുംബത്തിന് വേണ്ടത് അത് ചെയ്യും. ചിലർ അങ്ങനെ ഉണ്ടല്ലോ, നാട്ടിൽ വലിയ സംഭവമായിരിക്കും പക്ഷെ വീട്ടിൽ സീറോ ആയിരിക്കും. പക്ഷെ ഇതൊന്നും അല്ല. അങ്ങനെ ഒരു മനുഷ്യ സ്നേഹി ആയ ഒരാള് വീണ്ടും ഞാൻ ഈ വർഷം ഗവർണർ വലിയ പദവി വെച്ച് നീട്ടിയതാണ്. ഡിസ്ട്രിക്റ്റിൽ ക്യാബിനറ്റിൽ വലിയ പദവി വെച്ച് കൊടുത്തതാണ്. പക്ഷെ വേണ്ടാന്ന് ഞാൻ ചോദിച്ചാൽ എന്താ, ഞാൻ പറഞ്ഞു എടുക്കല് 2ാം തവണ പ്രസിഡന്റ് പദവി എടുക്കല്ലേ. അപ്പൊ പറഞ്ഞു എന്റെ ക്ലബിലെ മെമ്പർമാർ 1 വർഷം കൂടി CMK തുടരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവസാനം നിങ്ങളുടെ മനസ്സെന്താണ് പറഞ്ഞത്. അപ്പൊ മനസ്സ് ക്ലബിന്റെ മെമ്പർമാരോട്. അങ്ങനെയാണ് ഇത് കൊണ്ടുവരേണ്ടത്. ഗവർണറിൽ പരസ്യം ചോദിച്ചു കൊടുത്തു. എന്താ ചോദിക്കുന്നത് അത് നോക്കലൊന്നുമില്ല, ഇങ്ങനെ പറയണം. പിന്നീടാണ് അതിന്റെ കോപ്പ് കൂട്ടുന്നത്. അപ്പൊ അങ്ങനെ ഒരു നേതാവ് ഞാൻ പറഞ്ഞില്ലേ, സെൽഫ് മെയ്ഡ് ആണ്. ഉപ്പാന്റെ അത് നിങ്ങൾ അടിവരട്ടു. ഉപ്പാന്റെ നമ്മളൊക്കെ വളർന്നിട്ടുണ്ടാവും. ഉപ്പാന്റെ സ്വത്ത്, ഉമ്മാന്റെ സ്വത്ത്, പാരമ്പര്യ സ്വത്ത്, ഇതൊന്നും അല്ല കേട്ടോ. ഒഴിഞ്ഞ കൈയുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആ ഒഴിഞ്ഞ കൈയുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്വന്തം ബുദ്ധിയും തലച്ചോറും ഉപയോഗിച്ച്, സ്വന്തം അധ്വാനം ഉപയോഗിച്ച് ഈ ലെവലിൽ എത്തിയ ഒരാളാണ് ഞാൻ. അങ്ങനെ DYSPക്ക് പഠിക്കുന്നുണ്ട്. അങ്ങനെ വളരെ അപൂർവ ആളുകളെ നമ്മുടെ നാട്ടിലുള്ളൂ. അങ്ങ് അതിൽപ്പെട്ട ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇയാളെ. എനിക്ക് മാത്രമല്ല, പരിചയപ്പെടുന്ന എല്ലാവരും. എനിക്കും എന്റെ അഷ്റഫിനും 3 സ്വാമിയോടൊക്കെ ചോദിച്ചാൽ ഞങ്ങളൊക്കെ ആ സൗഹൃദം കഴിഞ്ഞ ഒരു 5 വർഷം ഞാൻ എന്ത് പരിചയപ്പെട്ടോ അന്ന് മുതൽ കഴിഞ്ഞ 5 വർഷമായി പെരുന്നാളിന് ബിരിയാണി തിന്നുന്നത് CMK എന്റെ വീട്ടിലെ ബിരിയാണിയാണ്. എന്റെ ഓള് പറഞ്ഞ CMK ഓള് പല ഇൻസ്റ്റലേഷനും വിളിച്ചിട്ട് വന്നില്ല. CMK എന്റെ ഇൻസ്റ്റലേഷൻ ഞാൻ വരുന്നത് പറഞ്ഞ് പുറപ്പെട്ടതാണ് സാധനം. അപ്പൊ ഒന്നും പറയാനില്ല. ഞാൻ ഇതിന്റെ നിയമവശങ്ങളോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഈ വർഷവും കഴിഞ്ഞ വർഷത്തിനേക്കാളും 1 സ്റ്റെപ്പ് മുകളിൽ ഈ ക്ലബിനെ എത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ചെയ്യലോ. യു ആർ ഇൻസ്റ്റാൾഡ് ആസ് ദി പ്രസിഡന്റ് ഓഫ് ലയൺസ് ക്ലബ് ഓഫ് അജാനൂർ ഫോർ ദ ഇയർ 2026-27. ഫോളോവർ മാറ്റാനൊന്നുമില്ല. പക്ഷേ ഇത് കൈവാടിയെങ്കിലും പ്രസിഡന്റ് ആയതാണ്. ഓക്കെ, എല്ലാവിധ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി നല്ല കൈയ്യടൊക്കെ എന്താ മതി. ഇന്ത്യയിൽ ഏറ്റവും അധികം ചാരിറ്റി പ്രവർത്തനം നടത്തിയ ആളാണെന്ന് അറിയോ? ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ചാരിറ്റി നടത്തുന്നത്, നമുക്ക് ഒന്ന് ഗൂഗിൾ ചെയ്യണേ, ഇതൊക്കെയല്ലേ നമ്മൾ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചാരിറ്റി നടത്തുന്നത് അസീം പ്രേംജിയാണ്. വിപ്രോ എന്ന് പറയുന്ന കമ്പനിയുടെ അസീം പ്രേംജിയാണ്. അദ്ദേഹം ഇതുവരെ കൊടുത്തിരിക്കുന്നത് അറിയാം 21 ബില്യൺ. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. അപ്പൊ 2100 കോടി രൂപ പാവപ്പെട്ടവർക്ക് കൊണ്ട് കൊടുത്ത ഒരു മനുഷ്യനാണ്. അത്രയൊന്നും കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. അദ്ദേഹത്തിന് പത്മഭൂഷണൊക്കെ കൊടുത്തതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല് കയ്യിൽ പടച്ചോൻ ഒരുപാടൊക്കെ കുറെ തന്നിട്ടുണ്ട്. കിട്ടിയവർ കിട്ടാത്തവർക്ക് കൈയച്ച് കൊടുക്കാൻ സാധിക്കട്ടെ. അതാണ് ലയൺസ് പറയുന്നത്. അതിഗംഭീരമാണ്. ഇവിടെ എല്ലാവരെല്ലാം ലയൺസ് മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളവർ മാത്രമേ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളൂ. നാട്ടിൽ ഇനി ഒരുപാട് ആൾക്കാരുണ്ട്, അവരെല്ലാം വിളിച്ചു കൊണ്ടുവന്നു. ഉഷേച്ചി കഴിഞ്ഞ വർഷം ക്യൂൻസിന്റെ പ്രസിഡന്റ് ആയിട്ട് അതിഗംഭീരമായി പെർഫോം ചെയ്തു. അതുകൊണ്ടാണ് ഉഷേച്ചിനെ വേദിയിലേക്ക് വിളിച്ചത്. ഞാനൊക്കെ കിട്ടിയ ഒരു ചേച്ചിയാണ്. ലയൺസിൽ വന്നില്ല കിട്ടൂലല്ലോ. ചേച്ചി ഒരു കോള് വിളിച്ചു നോക്കട്ടെ, എന്തിനേതിന് ഞങ്ങളുണ്ടാവും. അതാണ് ഈ ലയണിസം ഓഫർ ചെയ്യുന്നത്. താങ്ക് യു വെരി മച്ച്. എന്നെ വിളിച്ചതിന് തന്ന സ്നേഹത്തിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ഞാൻ അജാനൂറിന്റെ മെമ്പറായിട്ട് ഞാനുണ്ടാവും. താങ്ക് യു വെരി മച്ച്. ലയൺസിന്റെ ആപ്തവാക്യമായ വി സെർവ് മനസ്സിൽ ഏറ്റിക്കൊണ്ട് നടക്കുന്ന ഏകദേശം 47 പേർ ഉൾപ്പെട്ട അജാനൂർ ക്ലബ്ബ് കഴിഞ്ഞ വർഷം 176ഓളം ക്ലബ്ബുകളുടെ ഇടയ്ക്ക് 4ാം സ്ഥാനത്തെത്തി. അതേ പ്രസിഡന്റിനെ തന്നെ 1 വർഷം കൂടെ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു അജണ്ട കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, അടുത്ത കൊല്ലം 380 1ാം സ്ഥാനം അജാനൂർ ക്ലബിനായിരിക്കും. അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
അത് വെറുതെ അല്ല, അത് സേവനക്കൂടും ഇതുപോലെ 100 കാല് 200 കാലാക്കിക്കൊണ്ടും, അതുപോലെ വീൽ ചെയർ, അതുപോലെ ലാപ്ടോപ്പ്, അതുപോലെ പുതിയ ക്ലബുകൾ, LCF, അങ്ങനെ വിവിധ തരങ്ങളായ സേവന പ്രവർത്തനങ്ങളിലൂടെ അവര് ഏകദേശം അടുത്ത പ്രാവശ്യം ഈ 318 1-ാം സ്ഥാനത്തേക്ക് എത്താൻ പോവുകയാണ്. അതിൻ്റെ ഒരു പ്രാരംഭ പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാഗങ്ങളും നടന്നുകൊണ്ട് നിർത്തുന്നു. വേണുഗോപാൽ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ലയൺസ് കുടുംബാംഗങ്ങളെ, ഏറെ സന്തോഷമുണ്ട്. ഞാൻ ഇതേവരെ അജാനൂർ ക്ലബിലേക്ക് വന്നില്ല. RC ആയിട്ട് നിങ്ങളെ ക്ലബിലേക്ക് വരാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ കൂടുതലൊന്നും പറയാനില്ല. കാരണം ആദ്യം കുഞ്ഞബ്ദുള്ളേനെ വിളിച്ച സമയത്ത് ഞാൻ തന്നെയായിരിക്കും അടുത്ത പ്രസിഡന്റ് എന്ന് പറഞ്ഞിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു നല്ല സർവീസ് എല്ലാം ചെയ്ത് നമ്മളെ എന്താ പറയാ, നമുക്കൊന്ന് നല്ല ക്ലബിന് നല്ല ക്ലബ്ബുകാരോടല്ലേ നമുക്ക് നല്ലോണം സർവീസും കാര്യങ്ങളെല്ലാം പറയാൻ പറ്റുമല്ലോ. അല്ലാത്തവര് ചെയ്യും, നമുക്കൊരു മിനിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. കൂടെ അജാനൂർ ക്ലബിന് മിനിമം ഒന്നുമല്ല, നന്നായിട്ട് മാക്സിമം നല്ല രീതിയിൽ സർവീസും ചെയ്യാൻ പറ്റും. എനിക്ക് MJF തരാൻ പറ്റും, പിന്നെ പുതിയ ക്ലബ്സ് തരാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. എല്ലാം ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സർവീസൊക്കെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, കുറെ എന്തെല്ലോ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം എന്തായാലും ചെയ്യുന്നു വിചാരിക്കുന്നു. RC എന്നുള്ള നിലയിൽ എൻ്റെ എല്ലാ സപ്പോർട്ടും ഏത് സമയത്താണെങ്കിലും വിളിച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് തരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പുതിയ ടീമിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ലയൺസ്. പരിപാടിയുടെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന അജാനൂർ ക്ലബിന്റെ കരുത്തനായ പ്രസിഡന്റ് CM കുഞ്ഞബ്ദുള്ള MJF, ഇന്നത്തെ സ്ഥാനോഹരണ ചടങ്ങ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ നന്നായി ഇവിടെ കൈകാര്യം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ഡിസ്ട്രിക്ട് 318 പ്രിൻസിപ്പൽ സെക്രട്ടറി വേണുഗോപാൽ, മറ്റിവിടെ വേദിയിലിരിക്കുന്ന ലയൺസ് നേതാക്കളെ, പ്രിയപ്പെട്ട ലയൺസ് കുടുംബാംഗങ്ങളെ, ക്ഷണിക്കപ്പെട്ട അതിഥികളെ, പ്രിയപ്പെട്ടവർ, സോൺ ചെയർപേഴ്സൺ എന്ന നിലയിൽ എനിക്കിവിടെ അജാനൂർ ക്ലബ്ബ് കിട്ടിയതിൽ ഞാൻ ഒരു ഭാഗ്യമായി കാണുന്നു. കാരണം ഞാൻ വിദ്യാനഗർ ലയൺസ് ക്ലബിന്റെ മെമ്പറാണ്. കാസർഗോഡ് ഭാഗത്ത് ഒരുപാട് ക്ലബ്ബ് ഉണ്ടാകുമ്പോൾ ഒരു സോൺ ചെയർപേഴ്സണിന് 5 ക്ലബിന്റെ ചാർജാണ് നമുക്ക്. അപ്പോൾ അതിൽ ഒന്ന് കാഞ്ഞങ്ങാട് ഭാഗത്തുള്ള അജാനൂർ എന്നപ്പോൾ ഞാൻ DGയോട് ചോദിച്ചു, എന്താ എനിക്ക് ആ ദൂരമുള്ളൊരു ക്ലബ്ബ് തന്നെ എന്ന് ചോദിച്ചപ്പോൾ അത് അങ്ങനെ ഇരിക്കട്ടെ. പിന്നീടാണ് മനസ്സിലായത് ലയൺസ് ക്ലബ്ബ് അജാനൂർ എനിക്ക് വലിയൊരു സമ്മാനമായി കിട്ടിയ ഒരു ക്ലബ്ബാണ്. തീർച്ചയായും കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ ലയൺസിന്റെ ഇയർ എന്ന് പറയുന്നത് ജൂലൈ 1 മുതൽ ജൂൺ 30 വരെയാണ് നമ്മുടെ ലാൻഡ്സ്റ്റിക്കിന്റെ ഇയർ. അങ്ങനെ ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ 176 ക്ലബ്ബുകളിൽ 172 ക്ലബ്ബിനെ പിന്നിലാക്കിക്കൊണ്ട് 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ക്ലബ്ബ് എന്ന നിലയിൽ അടുത്ത വർഷം ഞങ്ങൾക്ക് ഏറെ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷക്ക് വക നൽകുന്നതായി ഞാൻ കഴിഞ്ഞ മാസം 23-ാം തീയതി ഞങ്ങളുടെ ക്ലബിൽ നമ്മുടെ ക്ലബുകളുടെ ഭാരവാഹികളെ അഡ്വൈസറി മീറ്റിംഗിൽ വിളിച്ചപ്പോൾ അതിൽ അജാനൂർ ക്ലബിന്റെ ഭാരവാഹികൾ വന്ന് കുഞ്ഞബ്ദുള്ള വളരെ സജീവമായി ചർച്ചയിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ പ്രൗഢഗംഭീരമായ ഈ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയും ചെയ്ത ഈ ഒരു ടീം അടുത്ത വർഷം വളരെ ഒരു സ്റ്റെപ്പും കൂടി നന്നായി പ്രവർത്തിക്കുമെന്ന് ഏറെ പ്രതീക്ഷയുണ്ട്. അതിന് എല്ലാവിധ പിന്തുണയും എൻ്റെ ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ അറിയിക്കുകയാണ്. കൂടാതെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത്, ഞാൻ എല്ലാ ക്ലബിലും പോയി പറയുന്നൊരു കാര്യമാണ്, നാം ഒരുപാട് സേവനങ്ങൾക്ക് ചെയ്യുമ്പോൾ നാം നമ്മുടെ ആരോഗ്യത്തെ പറ്റി ചിന്തിക്കാറില്ല.
നമ്മൾ ഒരുപാട് മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നു. നമ്മൾ പല ആഘോഷങ്ങൾ നടത്തുമ്പോൾ നമുക്ക് ഏറെ സ്നേഹിക്കേണ്ടത് നമ്മെ തന്നെയാണ്. നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക. നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ലയൺസ് ക്ലബ്ബ് 2023 ജൂലൈ 1, അന്ന് ഞാൻ ലയൺസ് ക്ലബിന്റെ വിദ്യാനഗർ ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അന്ന് ജൂലൈ 1 ആരംഭിച്ച അതിന്റെ ഉസ്താദ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഇൻസ്റ്റാളിംഗ് ഓഫീസർ വേണു തന്നെയാണ്. അന്ന് ഡാബിറ്റ്സിന്റെ ചാർജായിരുന്നു. അന്ന് തുടക്കം കുറിച്ച സൂൺ പ്ലാറ്റ്ഫോമിലൂടെ രാവിലെ 6 മണിക്ക് വളരെ സൗജന്യമായി ലയൺസിൽപ്പെട്ടവർക്കും അല്ലാത്തവർക്കും വീട്ടിലിരുന്നു കൊണ്ട് വ്യായാമം ചെയ്യുന്ന ലൈവായി നമുക്കൊരു കമ്മ്യൂണിറ്റിയിലൊക്കെ കൂടി വ്യായാമം ചെയ്യുന്ന ഒരു പരിപാടി ആരംഭിച്ചിട്ട് ഇന്നേക്ക് 1130 ദിവസം ഒരു ദിവസം പോലും മുടങ്ങാതെ അത് നടന്നു പോവുകയാണ്. അതിന്റെ ലിങ്ക് നമ്മുടെ പ്രസിഡന്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കത് ലിങ്ക് വേണമെങ്കിൽ അയച്ചു തരാം. എല്ലാവരും അതിൽ ഭാഗമാകണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കാറുള്ളത്. ഓരോ ദിവസവും രാവിലെ അതിന്റെ മോർണിംഗ് മെസ്സേജ് തരാൻ വേണ്ടി ഒരു അതിഥി വരുന്നുണ്ട്. ഇന്നത്തെ അതിഥി എന്ന് പറയുന്നത് കാഞ്ഞങ്ങാടിലെ ഒരു പ്രമുഖ ഡോക്ടറായിരുന്നു, സിംജി പി നായരാണ് ഇന്നത്തെ അതിഥി. ആ ഡോക്ടർ പറഞ്ഞത് ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ലയൺസ് ക്ലബ്ബ് മുടങ്ങാതെ ചെയ്യുന്ന ഈ പ്രവർത്തനം. അതിനെ എല്ലാവരും പങ്കാളികളാകുന്നതിൽ ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്നു എന്ന ഒരു വലിയൊരു വാചകം അവിടെ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും അതിൽ ഇന്ന് 500ഓളം ആളുകൾ ആ പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കുന്നുണ്ട്. അത് 500 ആളുടെ പ്ലാറ്റ്ഫോമാണ്. അത് 6 മണിയാകുമ്പോൾ തന്നെ 500 കവിഞ്ഞ് പിന്നെ കയറാൻ പറ്റാത്ത ഒരു അവസരം വരുന്നുണ്ട്. 5:30 മണിക്ക് തന്നെ ആൾ അതിൽ കയറുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അതിന്റെ ഭാഗമാണെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗാധീശൻ ലയൺസ് CMK PMJ, നമ്മുടെ ഇൻസ്റ്റാളിംഗ് ഓഫീസർ ലയൺ പി വേണുഗോപാൽ MLA, വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, മറ്റു ലയൺസ് കുടുംബാംഗങ്ങളെ, ഏറെ സംതൃപ്തിയോടെ തന്നെയാണ് ഈ വേദിയിൽ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം അജാനൂർ ലയൺസ് ക്ലബ് 7ാമത് വർഷത്തെ ഭാരവാഹിയുടെ സ്ഥാനാരോഹണം ഇതിന്റെ ഒരു ചാർട്ടർ മെമ്പർ എന്ന നിലയിൽ, അതായത് 2019 വർഷം ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഈ ഒരു ക്ലബിന് പിറവി. CMKയും ഞാനും സുമാർ പൂച്ചക്കാരും കൂടി ആരംഭിച്ച ആ വാട്സപ്പ് ഗ്രൂപ്പ് അതൊരു വടവൃക്ഷമായി വളർന്ന് ഒട്ടനവധി സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റി എന്നതിൽ അതിന്റെ തുടക്കക്കാരൻ എന്ന നിലയിൽ ഏറെ അഭിമാനവും സന്തോഷവും ത്തോടെയാണ് ഞാൻ ഈ ഒരു വേദിയിൽ ഇപ്പോൾ നിൽക്കുന്നത്. എന്നാലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ക്ലബിന്റെ അംഗങ്ങൾ തമ്മിലുള്ള ആ പരസ്പര സ്നേഹം കൊണ്ട് തന്നെയാണ്. ആ സ്നേഹത്തിന് ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ CMK. അദ്ദേഹം ഒരാളും ഒരു കാരണത്തിലും പടക്കാറില്ല. ഇനി അഥവാ എന്തെങ്കിലും തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും തീർക്കാനേ അദ്ദേഹം മുമ്പിൽ നിൽക്കും. അത് അത്രത്തോളം ക്ലബ് അംഗങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടും അങ്ങനെയാണ് നമ്മുടെ ക്ലബ്ബ് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, മറ്റൊരാൾ ഒരു ലയൺസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു, കഴിഞ്ഞ 7 വർഷമായിട്ട് ഞങ്ങളുടെ ക്ലബിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിന്റെ ചാറ്റ്സ് വേണം കാണിച്ചു തരാം. നമ്മുടെ ക്ലബിന്റെ ഇടയിൽ എന്തെങ്കിലും തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് നമ്മുടെ അജാനൂർ ക്ലബിന്റെ ഒരു പ്രത്യേകത. ഏതായാലും ഇനി വരാമത്തെ വർഷം ഒട്ടനവധി പരിപാടികൾ നമ്മുടെ CMKയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും. അതിന് IPPNL എൻ്റെ പരിപൂർണ പിന്തുണ ഞാൻ ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. വേദികൾ
സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, ഞാനൊരു പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല, കാരണം ഒരുപാട് വൈകിയിരിക്കുകയാണ്. ലയൺസ് ക്ലബിൻ്റെ ആപ്തവാക്യമായ വി സെർവ് ഞങ്ങൾ സേവിക്കുന്നു എന്ന ആപ്തവാക്യത്തോടു കൂടിയാണ് അജാനുൽ ലയൺസ് ക്ലബും പ്രവർത്തിച്ചു വരുന്നത്. നേരത്തെ റിപ്പോർട്ട് വായിച്ച സമയത്ത് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും, തുടക്കകാലം തൊട്ട് ഇന്ന് വരെ സർവീസ് കാര്യങ്ങളിൽ നമ്മുടെ ഓരോ മെമ്പർമാരും നമ്മുടെ വളരെയേറെ സഹകരിക്കുകയും കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നടത്താൻ വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഈ ഒരു വലിയ മെമ്പർമാരാണ് ഞങ്ങളുടെ ശക്തി. എന്തായാലും അവരെ ഈ സമയത്ത് ആ മെമ്പർമാരെയും നമ്മുടെ ഭാരവാഹികളെയും ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ്. എല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് District Secretary, Region Chairperson, Lion MJF Bindu Raghunath, Zone Chairperson, Lion M.A. Nasser, മഹത്തായ ഒരു ചടങ്ങിൻ്റെ പര്യവസാനത്തിലാണ് നമ്മളൊക്കെ എത്തിയിരിക്കുന്നത്. അതോടൊപ്പം ഈ പുതിയ ലാനിസ്റ്റിക് ഇയറിൽ ഞങ്ങളുടെ പുതിയ ടീമിൻ്റെ ആരംഭം കുറിക്കുകയാണ്. മുൻ വർഷങ്ങളിൽ എന്ന പോലെ അശരണർക്ക് താങ്ങായി സമൂഹത്തിന് സാന്ത്വനമേകി മുമ്പോട്ട് പ്രയാണം ആരംഭിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഇൻസ്റ്റാളേഷൻ ഓഫീസറായി ഇവിടെ എത്തിച്ചേർന്ന ലാനിസം ഒരു ജീവിത ഉപാസനയായി എടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അജാനുൽ ലയൺസ് ക്ലബിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വേണുഗോപാൽ MJFനെ ആദ്യം തന്നെ അജാനുൽ ലയൺസ് ക്ലബിന് നമുക്കെല്ലാവർക്കും വേണ്ടി നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയ പ്രിയപ്പെട്ട സുരേഷ് ബാബു സാർ, അദ്ദേഹത്തിൻ്റെ ഭാഗത്തിൽ ലയൺസ് ക്ലബിന് വേണ്ടി നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ചടങ്ങിന് ആശംസകൾ നേരാൻ ഇവിടെ എത്തിച്ചേർന്ന ഡിസ്ട്രിക്ട് സെക്രട്ടറി മധുസൂദനൻ MJF, റീജിയണൽ ചെയർപേഴ്സൺ ബിന്ദു രഘുനാഥ് MJF, സോൺ ചെയർപേഴ്സൺ ലയൻ നാസർ MA തുടങ്ങിയ പ്രമുഖരായ ലയൺസ് നേതാക്കന്മാർക്കും അജാനുൽ ലയൺസ് ക്ലബിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഞങ്ങളുടെ എളിയ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് എത്തിച്ചേർന്ന
പരിസര പ്രദേശങ്ങളിലെ റീജിയണിലെയും സോണിലെയും വിവിധ ക്ലബ്ബുകളുടെ പ്രതിനിധികൾ, സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ലാൻഡ്.